നമസ്കാരം. CPM-കാർ നിരന്തരം പ്രതിപക്ഷത്തോട് മൂക്കുമുട്ടിച്ചു നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തായി നിങ്ങളുടെ ആരോപണങ്ങൾ? മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് 1,000 തവണ ആവശ്യപ്പെട്ടിട്ടില്ലേ, എന്നിട്ട് രാജിവെച്ചോ എന്ന്. പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തിന് യൂത്ത് കോൺഗ്രസിന് പോരാട്ട വീര്യം പോരാ എന്ന് പറഞ്ഞത് ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് PJ കുര്യൻ. പഴയ ചരിത്രമേറെയുള്ള നേതാക്കളാണ്. വിമർശനം ശിരസാവഹിക്കുന്നു എന്ന് പറഞ്ഞാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ കാലം കുറച്ചു മാറിയിട്ടുണ്ട്. ഭരണത്തിന്റെ പ്രിവിലേജ് ഉള്ള കാലത്തല്ല കോൺഗ്രസിന്റെ യുവജന വിഭാഗം ഇന്ന് പോരാട്ടം നടത്തുന്നത്. അത് രക്ഷാപ്രവർത്തനത്തിന്റെ കാലത്ത് കൂടിയാണ്. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ പോലീസെ, ഞങ്ങൾ ഇത് നിയന്ത്രിക്കാമെന്ന് പറയുന്ന DYFIയുടെ രക്ഷാപ്രവർത്തനത്തെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് തെരുവിൽ നേരിടേണ്ടി വരുന്നത്. ആ സമയത്ത് പോരാട്ട വീര്യം പോരാ എന്ന് പറയുന്നവർ ആ പോരാട്ട വീര്യം കെട്ടിപ്പടുക്കാൻ എന്തു ചെയ്തു എന്ന് തിരിച്ചു ചോദിക്കുന്നുമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ. അതേസമയം തന്നെ മറ്റുള്ള ഇടങ്ങളിലെയും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റു പാർട്ടികളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വിവരങ്ങൾ വിശദമായ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ കൂടി ചേരുന്നു. ശ്രീ N. ശ്രീകുമാർ, കോൺഗ്രസ് അനുഭാവിയാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അഡ്വക്കേറ്റ് K. അരുൺകുമാർ, CPM-ൽ നിന്ന്. ഡോക്ടർ പ്രേംകുമാർ, ഇടത് സഹയാത്രികൻ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശ്രീ N. ശ്രീകുമാർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ശ്രീ N. ശ്രീകുമാർ, കേൾക്കാമോ? കേൾക്കാം. ശ്രീ N. ശ്രീകുമാർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമർശനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ PJ കുര്യനെ പോലെ ഒരു മുതിർന്ന നേതാവിന് നടത്തേണ്ടി വരുന്നത്? ഈ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ അത്ര പോരാ എന്നൊരു തോന്നൽ എന്തുകൊണ്ടാണ് മുതിർന്ന നേതൃത്വത്തിന് ഉണ്ടാകുന്നത്? ശരിയാണ്, ഈ വിഷയങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ മറ്റ് ഘടകകക്ഷികളൊക്കെ ഉന്നയിക്കുന്ന പല വിഷയങ്ങൾ CPM പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് CPM കോൺഗ്രസിനെതിരെയാണ് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ അതിങ്ങനെ ആയിരിക്കില്ല എന്നത് നമുക്ക് വ്യക്തതയുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത്ര വിമർശന വിധേയമാകാൻ മാത്രം പോരാ കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തിന്റെ പോരാട്ട വീര്യം എന്നെന്തുകൊണ്ടാണ് മുതിർന്ന നേതാക്കൾ കരുതുന്നത്? അല്ല, മുതിർന്ന നേതാക്കൾ കരുതുന്നില്ല മാധു. അത് ശ്രീ PJ കുര്യൻ സാറ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് യോഗത്തിൽ ഇത് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സമയത്ത് എന്തായിരുന്നു തോന്നിയിരുന്നതെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഈ KSUം യൂത്ത് കോൺഗ്രസും ഒക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ടെന്ന് മാത്രമല്ല, ഈ ഗവൺമെൻറ്റിനെതിരായ പ്രതിഷേധം ശക്തമാക്കി KPCCക്ക് പരിപൂർണ്ണ പിന്തുണ നൽകുന്നത് യൂത്ത് കോൺഗ്രസ്സാണ്. അപ്പോൾ ആ ഒരു യൂത്ത് കോൺഗ്രസിനെ കൂടുതൽ ഊർജിതമാക്കാൻ ആണോ ശ്രീ കുര്യൻ സാർ പറഞ്ഞത് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ എന്തായാലും ഇത്രയൊക്കെ ഊർജിതമായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് നേതാക്കൾ കോൺഗ്രസ് ഉണ്ട്. കാരണം കാലം മാറിയല്ലോ. നേരത്തെ മാധു പറഞ്ഞ പോലെ മിണ്ടിയാൽ പിടിച്ച് ജയിലിലിടുന്ന കാലമാണ്. മാത്രമല്ല, കരുതൽ തടങ്കൽ. സമരത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയാണ്. അവ DYFIയും SFIയും ഒക്കെ സമരം നടത്തിയ കാലത്ത് ഇതുപോലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റോ ആൻ്റണി കരുണാകരൻ ഗവൺമെൻറ്റുകളോ അവരെ വീട്ടിൽ പോയിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല, വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ മിണ്ടിയാൽ അറസ്റ്റ്. അത് മാത്രവുമല്ല, മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചാൽ DYFIയും പോലീസ് ഒരുമിച്ച് നേരിടുന്ന കാലം. ഇതിനെയൊക്കെ അതിജീവിച്ച് 10 യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിൽ ശരി, അവർ രംഗത്ത് വരുന്നുണ്ട്. അവർ ജയിലിൽ കിടക്കുന്നുണ്ട്, അവർക്ക് മർദ്ദനമേൽക്കുന്നുണ്ട്, ാണെങ്കിലും രംഗത്ത് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ മുതിർന്ന പാർട്ടി നേതാക്കളും പാർട്ടി ഘടകങ്ങളും സംസ്ഥാന നേതൃത്വമൊന്നും കൃത്യമായ പിന്തുണ യൂത്ത് കോൺഗ്രസിന് നൽകുന്നില്ലേ? കേസ് വന്നാൽ, പരിക്കേറ്റാൽ, സമരം ചെയ്താൽ, കിടക്കയിലായി പോയാൽ അതിനുള്ള പിന്തുണ നൽകുന്നില്ലേ? ചികിത്സയ്ക്കോ അല്ലെങ്കിൽ കേസിനെ നേരിടാനുള്ള നിയമസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും KPCC അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ CPM-ൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരം അല്ല കോൺഗ്രസിന് എന്നുള്ളതുകൊണ്ട്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ സംസ്കാരം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അക്രമാസക്തമായ സമരമാണെങ്കിലും അത് ഒറ്റപ്പെട്ട സംഭവമാണ്, അനിവാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും. പക്ഷേ കോൺഗ്രസ് അങ്ങനെ ന്യായീകരിക്കാറില്ല. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം തന്നെ SFIയുടെ സമരരംഗത്ത് ഒരു 2 മണിക്കൂർ പോലീസ് നോക്കി നിന്ന് സമരരംഗത്തേക്ക് എത്തിയത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്?
അപ്പോൾ അതുപോലത്തെ ഒരു സഹായമൊന്നും KPCCയുടെ ഭാഗത്തുണ്ട്. അവരുടെ ഒരു സമരത്തിനൊരു ശൈലിയും ത്യാഗമനോഭാവമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പാരമ്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് പഴയ യൂത്ത് കോൺഗ്രസ് അല്ലിപ്പം അവർ കൂടുതൽ ഊർജ്ജസ്വലെന്ന് മാത്രമല്ല, അവർ അടി കിട്ടാൻ വേണ്ടി അടി കിട്ടി പൊളഞ്ഞാൽ പോലും അവർ സമരരംഗത്ത് വീര്യം കാണിക്കുന്നവരാണ്. അവരുടെ സമരത്തിൽ നിന്ന് കുറച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ കുര്യൻ സാർ പറഞ്ഞത് ഒരു സതുപദേശമാണ്, ഒന്നും കൂടെ ഉഷാറായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ പോലും അത് പറയേണ്ട വേദി കോൺഗ്രസ് വേദി അല്ലല്ലോ. അത് പറയേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ക്യാമ്പിൻ്റെ വേദിയാണ്. പിന്നെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് കുര്യൻ സാർ അനവസരത്തിൽ പറഞ്ഞതിന് തെറ്റാണോ ചോദിച്ചാൽ അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞ സാഹചര്യം ഇന്നത്തെ ഇതിന് യോജിക്കുന്നതല്ല. ശരി, ശ്രീ സണ്ണിക്കുടി എബ്രഹാം, അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സദുദ്ദേശപരമാണെന്ന് അംഗീകരിക്കാനോ അതിനുള്ള താല്പര്യമോ സൗകര്യമോ ഇല്ല എന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഓഡിയോ പിന്നീട് ലീക്ക് ചെയ്ത് വരികയാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ ഓഡിയോ തന്നെ ലീക്ക് ചെയ്ത് വരുമ്പോൾ ആ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു ആശങ്ക സ്വാഭാവികമായും അവർക്കുണ്ടാകും. അതോ ഇനി അത് പുറത്തറിയട്ടെ, ഞങ്ങളുടെ വികാരം ഇതാണ് എന്ന് നേതാക്കൾ ഇത്തിരി അറിയട്ടെ എന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കപ്പെട്ടതായിരിക്കുമോ? അത് നമ്മൾ ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്നൊരു പ്രയോഗമുണ്ട്. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നില്ല. കാരണം അത് പൊളിറ്റിക്കലി കറക്റ്റ് ആകുമോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ നമ്മൾ ഈ ഇവിടുത്തെ കാര്യം പറയുമ്പോഴേ ജന്മനാ ഉള്ളത് അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം വരില്ല എന്ന് തോന്നുന്നു. കറക്റ്റ് ആവില്ല. ഞാൻ അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് അതിന് പകരം പറയുന്നത് ജന്മനാ ഉള്ളത് പോകത്തില്ല. എത്ര തൂത്താലും തുടച്ചാലും ഡെറ്റോൾ ഒട്ടിച്ച് കഴുകിയാലും പോകത്തില്ല. അതാണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കാൻ ഏതാണ്ട് ഒരു വർഷം പോലുമില്ല, 10 അല്ലെങ്കിൽ 8 മാസങ്ങൾ. ആ സമയത്ത് ഒരു പാർട്ടിയുടെ നേതൃത്വം, നേതാക്കൾ, ഇനി അവരുടെ ചെറുപ്പക്കാരുടെ വിഭാഗം, അവരൊക്കെ ശ്രദ്ധിച്ച് പെരുമാറേണ്ട ചില കാര്യങ്ങളുണ്ട്. അവരൊക്കെ ദീക്ഷിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ്, ഈ രാഷ്ട്രീയത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം എന്താ? തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അതിനൊരു സാധ്യതയുണ്ടെന്ന് പലതരത്തിലുള്ള നിഗമനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന് സാധ്യതയുണ്ട് താനും. കാരണം സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുകയല്ല ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എന്നോട് മാധു കൃത്യമായിട്ട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ വീഡിയോ അല്ലെങ്കിൽ ആ വാട്സാപ്പ് സന്ദേശം ലീക്ക് ചെയ്തു എന്നുള്ളതാണ്. ഈ ഇപ്പോൾ DCC തലത്തിലൊക്കെ കോൺഗ്രസ്സിലൊരു കോർ കമ്മിറ്റി പോലൊരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പ്രമുഖരായ നേതാക്കൾ, പോഷക സംഘടനയിൽ നിന്നുള്ളവർ, പഴയ സീനിയർ നേതാക്കൾ, ഇവരൊക്കെ അടക്കുന്ന ഒരു കോർ കമ്മിറ്റി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി പോലുള്ള ഒരു സംവിധാനമാണത്. പല ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു യോഗം, പത്തനംതിട്ടയിലെ ഒരു യോഗം കഴിഞ്ഞ ദിവസം അവിടെ നടന്നിരുന്നു. അവിടെ ഉണ്ടായ പരസ്പരമുള്ള വാക്പ്രയോഗങ്ങൾ അത് ലീക്ക് ചെയ്ത് വരാതിരുന്നത് നന്നായി. അത് വന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വിവാദമുണ്ടാകുമായിരുന്നു, തർക്കമുണ്ടാകുമായിരുന്നു. അവിടെ വേറെ ചില പത്തനംതിട്ടയുടേതായ ചില പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ജില്ലക്കാരനായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കോർ കമ്മിറ്റി ഈ പാർട്ടിയിൽ നിന്ന് വേണ്ട പോലെ സജീവമായി നിൽക്കാത്ത, പല കാരണങ്ങളാൽ അകന്നു നിൽക്കുന്ന ആളുകളെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം, തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കൊണ്ടുവരണം. ആ വക കാര്യങ്ങളാണ് അവിടെ. അപ്പോൾ ഈ കോർ കമ്മിറ്റിയൊക്കെ ഇപ്പം ശ്രദ്ധയൂന്നുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അവരെ കൊണ്ടുവരണം. ഇപ്പോൾ അവിടെ കവിയൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, അയാൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ നല്ല പഞ്ചായത്തിനൊക്കെ ഉള്ള ചില പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവരണമെന്നുള്ളൊരു ചർച്ചയൊക്കെ വന്നപ്പോഴേ അവിടെ ഉണ്ടായ ചില സംഭാഷണങ്ങൾ, അതൊരു ഇൻ ക്യാമറ മീറ്റിംഗ് ആയിരുന്നു. പക്ഷേ കോൺഗ്രസ് ആണല്ലോ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരുമല്ലോ. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശ്രീ PJ കുര്യൻ്റെ പ്രസ്താവന. പക്ഷേ അതിനെ ഒരു സൗമനസ്യത്തോടെ കാണേണ്ടതിന് പകരം യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടായ കൊടുത്ത സന്ദേശം അത് പുറത്തു വരുന്നതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിനെ വിമർശിക്കുക മാത്രമല്ല SFIയെയും DYFIയും ഒക്കെ പുകഴ്ത്തുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും യുവാക്കൾക്ക്, ഭരണപക്ഷത്തിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് കിട്ടുന്ന മുഴുവൻ പ്രിവിലേജിനെ പറ്റി അവർക്കറിയാവുന്നതാണ്. അവരെന്തിനൊക്കെയാണ് നേരിടേണ്ടി വരുന്നത് എന്നത് സംബന്ധിച്ച നല്ല ധാരണയുള്ളവരാണ്. ഈ മുതിർന്ന നേതാക്കൾ എത്രത്തോളം അതിനെ നേരിടുന്നുണ്ട്, അതിന് കൂടെ നിൽക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ചിന്തയുണ്ടാകും. സ്വാഭാവികമായതും പ്രകോപനപരമായിരിക്കുമല്ലോ. അവനവനെ കുറിച്ച് കുറ്റം പറയുന്നു എന്നുള്ളത് മാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്നവനെ പുകഴ്ത്തി പറയുക കൂടി ചെയ്യുമ്പോൾ പ്രതികരണം സ്വാഭാവികമല്ലേ?
അല്ല മധു, ഞാനീ പറഞ്ഞത് ഈ പി ജെ കുര്യൻ നമ്മളിപ്പോൾ കേട്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ചല്ല. അതിനു മുമ്പ് നടന്ന ഈ കോർ കമ്മിറ്റി എന്ന് പറഞ്ഞ ഈ സംവിധാനത്തിൽ ഉണ്ടായ ചർച്ചയെക്കുറിച്ചാണ്. അത് രണ്ടും രണ്ടാണ്. അതിനുശേഷമാണ് പ്രൊഫസർ കുര്യൻ സാറിൻ്റെ ഈ പ്രസ്താവന ഉണ്ടാകുന്നത്. അതിന് കാരണമായത് ഈ കോർ കമ്മിറ്റിയിലെ ചില സംഭാഷണങ്ങൾ, ചില പരസ്പര ആരോപണങ്ങൾ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. മാധു പറഞ്ഞത് വളരെ ശരിയാ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ കുറേ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് യൂത്ത് കോൺഗ്രസ് അതിന് കൊടുത്തൊരു നേതൃത്വം, അവരൊന്നിച്ച് നിന്നത്. ഗ്രൂപ്പില്ല എന്നൊക്കെ കോൺഗ്രസ് പറയുമ്പോഴും യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാർ ഗ്രൂപ്പില്ലാതെ ഗ്രൂപ്പിനപ്പുറത്ത് സജീവമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിൽക്കുകയും അവരുടെ ഒരു യൂത്ത് വൈബ്, അത് DYFIക്ക് ഇല്ലെന്നോ SFIക്ക് ഇല്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു യൂത്ത് വൈബ് അവിടെ പ്രകടിപ്പിക്കുകയും അങ്ങനെ അവരുടെ ഒരു പ്രചാരണത്തിൻ്റെ രീതി, അവർ അല്പം ഓവർ സ്മാർട്ടാണോ എന്ന് ചില സീനിയർ നേതാക്കന്മാർക്ക് സംശയവും പേടിയൊക്കെ ഉണ്ട്. കുര്യസാറിനുണ്ടെന്നല്ല പറയുന്നത്, പല നേതാക്കൾക്കും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ട്. ഇപ്പം മാധു ചോദിച്ചൊരു ചോദ്യം, ഇപ്പം SFIയുടെ പിന്നെ യൂണിവേഴ്സിറ്റി സമരം അതെങ്ങനെയാണ് സംഭവിച്ചത്? ഇപ്പം KSUക്കാർ അവിടെ ഒരു സമരം നടത്തുകയും നമ്മൾ ചിത്രങ്ങളിലും ദൃശ്യങ്ങളിലും കണ്ടതുപോലെ യൂണിവേഴ്സിറ്റി ആസ്ഥാന മന്ദിരത്തിൻ്റെ ഭിത്തിയിൽ ഈ പിന്നെ ഉടുമ്പ് കയറുന്നത് പോലെ അള്ളിപ്പിടിച്ച് കയറുകയൊക്കെ ചെയ്താൽ അവന്മാരുടെ നട്ടലൊടിക്കും പോലീസ്. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും പോലീസ് എത്തിക്കും. അവിടെ പോലീസ് സ്പോൺസേഡായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് സ്പോൺസേഡായിട്ടുള്ള ആ ഒരു സമരം. ഞാൻ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ആളാണ്, എനിക്കറിയാം നന്നായിട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാവുന്നത്. ഭീഷണിപ്പെടുത്തിയാണ് പല കലാലയങ്ങളിൽ നിന്ന് കുട്ടികളെ ഇറക്കിക്കൊണ്ട്. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഭീഷണി ഞാനിതൊന്ന് കംപ്ലീറ്റ് പൂർത്തീകരിക്കും. അതിപ്പോൾ അങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് പലപ്പോഴും പിന്നെ സമരരംഗത്തേക്ക് കൊണ്ടുവരുന്നത്. ആ സമരവും ഈ സമരവും പ്രൊഫസർ കുര്യൻ സാർ എന്താ പറഞ്ഞത്? CPMകാരുടെ ഗുണ്ടായിസ് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ പറ്റുന്ന കുറേ ചെറുപ്പക്കാർ വേണമെന്ന്. ഇന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സതുദ്ദേശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞെന്തുവാ, ഇൻ്റലക്ച്വലും ഐഡിയോളജിക്കലുമായിട്ടുള്ള അവരുടെ മേൽക്കോയ്മയെക്കുറിച്ച് പറഞ്ഞു എന്നാണ്. ഇപ്പോൾ ഈ CPMൻ്റെ ഗുണ്ടായിസത്തെ നേരിടാൻ എന്താ വടിവാളും തോക്കും വാരിക്കുന്തവുമായിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ ഇറങ്ങണോ? അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? അങ്ങനെയാണോ യൂത്ത് കോൺഗ്രസിൻ്റെ രീതി? അപ്പം ഞാൻ പറഞ്ഞത്, ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നില്ല, സമരത്തിനില്ല, അല്ലെങ്കിൽ പ്രവർത്തന രംഗത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സജീവമായിട്ടുണ്ട്, മുൻപ് അടുത്ത കാലത്തുള്ളതിനേക്കാൾ സജീവമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നതും ഇപ്പോൾ പി ജെ കുര്യനെ ന്യായീകരിച്ചുകൊണ്ട് ചിലരൊക്കെ രംഗത്ത് വരുന്നതിൻ്റെയൊക്കെ പിന്നിൽ കോൺഗ്രസിനുള്ളിലെ ഞാൻ നേരത്തെ പറഞ്ഞ ജന്മനാ ഉള്ള തൂത്താലും തുടച്ചാലും പോകാത്ത പ്രശ്നങ്ങളാണ്. ശരി, പിന്നെ കോൺഗ്രസിൽ രഹസ്യമില്ല എന്നുള്ളത് പരസ്യമായ ഒരു കാര്യമാണ്. രണ്ട് ആളുകൾ തമ്മിൽ കോൺഗ്രസിൽ രഹസ്യം പറയാൻ നിൽക്കുന്നയിടത്ത് തന്നെ അത് പരസ്യമായിട്ടുണ്ടാകും എന്നുള്ളതും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അങ്ങ് നേരത്തെ പറഞ്ഞ DNA ഭാഗമായിട്ട് ആയിരിക്കാം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പൊ SFI കഴിഞ്ഞ ദിവസം ഇവിടെ സെനറ്റ് ഹാളിന് മുൻവശത്ത് സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ സമരം 2-3 മണിക്കൂർ നീണ്ടു. വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യമായിരുന്നു, വളരെ ആർജവത്തോടു കൂടിയുള്ള സമരമായിരുന്നു. ആ സമരം കാണുന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക്, മുതിർന്ന നേതാക്കൾക്ക് തോന്നുകയാണ്, എത്ര ആർജവത്തോടു കൂടിയാണ് നിങ്ങൾ സമരം നടത്തുന്നത്, നിങ്ങളുടെ യുവജന വിഭാഗം, നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ സമരം നടത്തുന്നത് എന്ന് തോന്നുകയാണ്. അത്ര പോരാ കോൺഗ്രസ്സുകാർ എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള പരാമർശമായിരിക്കുമോ സ്വാഭാവികമായും കോൺഗ്രസിലെ പുതിയ വിവാദങ്ങളുടെ കാരണം? ഇതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ഞങ്ങളുടെ നല്ല പ്രവർത്തി കാണുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ചില ഘട്ടത്തിൽ അത് പ്രാധാന്യത്തോടെ സൂചിപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ക്യാമ്പയിനുകളെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും പല ഘട്ടത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ യോഗത്തിൽ വരെ പ്രകീർത്തിച്ച് സംസാരിക്കുകയും അവരെ മാതൃകയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയായാലും K മുരളീധരനായാലും പറഞ്ഞത് പൊതുസമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, DYFI ഏറ്റെടുക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനത്തെ പല ഘട്ടത്തിലും നന്നായി തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ എവിടെ പ്രകൃതി ദുരന്തമുണ്ടായാലും അത്യാഹിതമുണ്ടായാലും അവിടെ ഓടിയെത്തി സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന, യാതൊരു പ്രതിഫലവുമില്ലാതെ ദിവസങ്ങൾ അധ്വാനിക്കുന്ന ആ പ്രവർത്തനങ്ങൾ കണ്ട് DYFIയെ മാതൃകയാക്കണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സംയോജിത കൃഷിയും ജൈവ കൃഷിയും പ്രചരിപ്പിക്കാൻ നാട്ടിൽ നമ്മുടെ നിരവധി ഇടപെടലുകൾ, DYFI നടത്തുന്ന ഇടപെടലുകൾ, മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ഇവയെല്ലാം കാണുമ്പോൾ ആ DYFI കണ്ടുപഠിക്കുന്നു പറഞ്ഞ ക്ലിപ്പിങ്ങുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിരവധിയുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി സമരവും സംഘടനാ പ്രവർത്തനവും കൃത്യമായി
കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ഏതെങ്കിലും തരത്തിൽ പ്രിവിലേജോടെയോ സ്പോൺസേഡ് സമരം എന്ന രൂപത്തിലൊക്കെ കളിയാക്കി പറയുകയാണ്, അനാവശ്യമായി അത്തരം വാക്കുകൾ ഉപയോഗിക്കുകയാണ്. അന്ന് എത്ര SFIക്കാരെയാണ് പിടിച്ചു വലിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത്? ആ മാർച്ച് അങ്ങ് എത്തുന്നതിന് മുമ്പ് ഇലക്ട്രിക് ജലഭീരങ്കി അടിച്ച് ആ സമരസഖാക്കൾ പെൺകുട്ടികളും ആൺകുട്ടികളും തെറിച്ചു പോകുന്നത് നാം കണ്ടില്ലേ? VK സനോജ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി നയിച്ച ജാഥ ആ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ജലഭീരങ്കി അടിച്ച് ആ സമരത്തെ വളഞ്ഞു പോലീസ് നിൽക്കുന്നത് നാം കണ്ടില്ലേ? അപ്പൊ ഒരു തരത്തിലും പ്രിവിലേജോടെയല്ല, സമരവും സംഘടനാ പ്രവർത്തനവും കൃത്യമായി കൊണ്ടുപോകുന്നു. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും കോടതി കയറി ഇറങ്ങുകയാണ്. അവിടെ വ്യാജ ID കാർഡ് ഉണ്ടാക്കി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനോ യുവജന പ്രസ്ഥാനോ അല്ല, മാധ്യമങ്ങളും അല്ല. അവരിൽ നിന്ന് തന്നെയാണ് ഇത്ര ആയിരക്കണക്കിന് തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചത്. FIR ഇടുന്നു, കോടതിയിൽ പോകുന്നു, ഇപ്പോഴും കോടതിയിൽ ആ കേസ് പെൻഡിങ് നിൽക്കുന്നു. അതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു കൂട്ടം രംഗത്ത് വരുന്നു. വോട്ടിംഗ് മെഷീൻ അടക്കം കൃത്യമായിട്ട് അത് അച്ചടിക്കാൻ ഉപയോഗിച്ച പ്രിന്റർ അടക്കം പുറത്തെടുക്കുന്നു. അതിന്റെ തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യം. ഇപ്പൊ ചൂരൽമല മുണ്ടക്കൈ കൃത്യമായി 20 കോടിയിലധികം 2.5 കോടി രൂപ പിരിച്ച് 100 പേർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ആ കൃത്യമായി 25 വീടെന്ന് പറഞ്ഞ് 100 വീട് നിർമ്മിച്ചെടുക്കാൻ ഗവൺമെന്റ് സംവിധാനത്തെ DYFI പണം ഏൽപ്പിച്ചു. അതിന് മുമ്പേ തന്നെ 25 വീട് DYFI പ്രഖ്യാപിച്ചപ്പോൾ 30 വീടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാ. ആ ക്ലിപ്പിങ്ങുകളെല്ലാം ഇപ്പോൾ ഉണ്ടല്ലോ. എന്നിട്ട് എന്താ സ്ഥിതി? ആ ഫണ്ട് മുഴുവൻ മുക്കി എന്ന് അവരുടെ സംസ്ഥാന ക്യാമ്പിൽ തന്നെ ആരോപണം വരുന്നു. മുക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുന്നു. പക്ഷേ മുക്കി എന്ന് പറഞ്ഞ് ഇപ്പൊ വിവരം വരുന്നു. ഇപ്പൊ 15ഓളം കമ്മിറ്റിക്കെതിരെ നടപടി വരുന്നു, നേതാക്കന്മാർക്കെതിരെ നടപടി വരുന്നു. 6-7 ലക്ഷം രൂപ ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റി പിരിച്ചു കൊടുത്തു എന്നും അതൊന്നും രേഖകളിൽ നിന്നും പറഞ്ഞ് അവർ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇപ്പോ ഈ സമര രംഗത്തേക്ക് ഇറങ്ങുന്ന യൂത്ത് കോൺഗ്രസുകാർക്ക് പോലീസിനെ മാത്രം, നിങ്ങൾക്ക് പോലീസിനെ മാത്രം നോക്കിയാൽ മതി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കിൽ ചില AI ചിത്രങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ചെടിക്ക് വെള്ളം നനയ്ക്കുന്ന പോലെയാണ് കേരള പോലീസ് ജലപീരങ്കി CPMന്റെയും LDF SFIയുടെയും ഒക്കെ സമരത്തിന് നേരെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പോയ രക്ഷാപ്രവർത്തന കാലഘട്ടത്തിലെ മർദ്ദനങ്ങളുടെ ചിത്രങ്ങളൊക്കെ അപ്പുറത്ത് വെച്ച് ഫേസ്ബുക്കിലൊക്കെ വളരെ സജീവമായിരുന്നു. അപ്പോൾ പോലീസിനെയും അതിനൊപ്പം DYFIയുടെ പ്രവർത്തകരെയും കൂടി തെരുവിൽ നേരിടേണ്ടി വരുന്ന യൂത്ത് കോൺഗ്രസുകാരെ കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നവർ. അല്ല, അതൊക്കെ വെറുതെയാണ്. ഇപ്പൊ നമ്മൾ യൂത്ത് കോൺഗ്രസ് ഇപ്പൊ രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ യുവജന വിഭാഗമാണല്ലോ. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന വിഭാഗം ഏത് പ്രക്ഷോഭമാണ് ഈ രാജ്യത്ത് അവർ നടത്തിയത്? ഇപ്പൊ ഏറ്റവും രൂക്ഷമായ വിഷയമാണ് തൊഴിലില്ലായ്മ. ഇപ്പൊ നമുക്കറിയാം, പഹൽഗ്രാമിൽ 26 ടൂറിസ്റ്റുകളെ കൊന്നൊടുക്കി 2 ദിവസം യുദ്ധ സമാനമായ അന്തരീക്ഷം വന്നപ്പോൾ ഇന്ത്യയുടെ പട്ടാളത്തിൽ പോലും 1.25 ലക്ഷം പേരുടെ ഒഴിവുകൾ ഉണ്ടെന്നുള്ള വിവരം വന്നു. ഒറീസയിൽ ട്രെയിനുകൾ കൂട്ടിമുട്ടിയപ്പോൾ 32 മണിക്കൂർ തുടർച്ചയായി ട്രെയിൻ ഓടിക്കേണ്ടി വന്ന ലോക്കോ പൈലറ്റുമാർ നിയമന നിരോധനം, തസ്തിക വെട്ടിക്കുറയ്ക്കുന്നു. റെയിൽവേയിൽ വരെ ലക്ഷക്കണക്കിന് ഒഴിവുകളാണ്. ഈ തൊഴിലില്ലായ്മയുടെ മുദ്രാവാക്യം ഉയർത്തി ഈ DYFI ഓരോ വർഷവും എത്ര പ്രക്ഷോഭങ്ങൾ നടത്തി? ഒരൊറ്റ പ്രക്ഷോഭം യൂത്ത് കോൺഗ്രസ് നടത്തിയോ ദേശീയ അടിസ്ഥാനത്തിൽ? വർഗീയതയും അതുപോലെ തന്നെ മതനിരപേക്ഷത തകർക്കാനുള്ള ഇടപെടൽ നടക്കുമ്പോൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമായ വിഷയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ദേശീയ തലത്തിൽ ഒരു പോരാട്ടം സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ ആരാണെന്ന് നമുക്കറിയോ? ഈ കേരളത്തിൽ മാത്രം ഏത് വിഷയം വന്നാലും ഗവൺമെന്റിനെ ആക്രമിക്കാനും നുണ പ്രചരിപ്പിക്കാനും സോഷ്യൽ മീഡിയ വഴി റീല് നിർമ്മിക്കാനും നടത്തുന്ന ഇടപെടലല്ലാതെ ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ യുവജന വിഭാഗമായി മാറാൻ യൂത്ത് കോൺഗ്രസിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മുഖ്യധാരയിൽ നിന്ന് അവർ തെറിച്ചു പോകുന്നത് മറ്റാരുടെയും കുറ്റമല്ല. ഒരു പ്രിവിലേജും ഉയർത്തിയില്ല. തൊഴിലില്ലായ്മയ്ക്കും മതനിരപേക്ഷത സംരക്ഷിക്കുവാനും അതുപോലെ വർഗീയ അജണ്ടക്കെതിരെ നിരന്തരമായിട്ടുള്ള പോരാട്ടം. ഇപ്പോൾ കേരളത്തിലെ ഗവർണറും ചാൻസലറും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, എവിടെയെങ്കിലും കൃത്യമായിട്ടൊരു നിലപാട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചോ? ഇന്നിപ്പോ താൽക്കാലിക VCമാരെ നിയമിക്കുന്നതിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നു. എത്ര നാളായി DYFIയും SFIയും അടക്കം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യത്തിന് കൃത്യമായിട്ടുള്ള അംഗീകാരമാണ് കോടതിയിൽ നിന്ന് വന്നത്? ഗവർണർ എന്ന് പറഞ്ഞാൽ കൃത്യമായി മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ്. ആ ഗവർണറുടെ ചെയ്തിക്കെതിരെ സമരം നടത്തിയപ്പോൾ സൂപ്പർ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇവിടെ നടത്തിയ പ്രചരണമൊക്കെ നടക്കുമ്പോൾ എവിടെയായിരുന്നു KSUവും യൂത്ത് കോൺഗ്രസും? ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ദേശീയ പ്രാധാന്യമുള്ള വിഷയത്തിലോ സംസ്ഥാന പ്രാധാന്യമുള്ള വിഷയത്തിലോ രാജ്യത്തെ ബാധിക്കുന്ന വിഷയത്തിലോ ഒരു പ്രക്ഷോഭമോ പോരാട്ടമോ നടത്താതെ സംഘടനാ തെരഞ്ഞെടുപ്പ് മുതൽ ഓരോ ക്യാമ്പയിൻ ഏറ്റെടുക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കളത്തി പോരാട്ടമായിട്ട് മാറേണ്ട ഒരു ദുരവസ്ഥ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് വന്നതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് യുവജനങ്ങളുടെ കൃത്യമായി അവരെ സംഘടിപ്പിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു, സമരങ്ങൾ ഏറ്റെടുക്കുന്നു. അവരിൽ കൃത്യമായി ഒരു യുവാവായി വളർത്തുന്ന എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ ഇടപെടുന്നു. സമരവും പോരാട്ടവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ശരി, ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾക്കെതിരെ അതിന് ശക്തി പോരാ എന്നൊരു വിമർശനം പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉന്നയിക്കുകയാണ്. അത് എല്ലാ നേതാക്കൾക്കും ഉള്ളതല്ല ആ വിമർശനം. അത് PJ കുര്യൻ ഉന്നയിച്ചതാണ്, സതുദ്ദേശപരമാണ് തുടങ്ങിയ പല
വിശകലനങ്ങളും വരികയും ചെയ്യുന്നു. ഇപ്പോൾ രണ്ടോ മൂന്നോ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിലെല്ലാം നമുക്കറിയാവുന്നതാണ് യൂത്ത് കോൺഗ്രസ് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് എന്നുള്ളത്. പാലക്കാട്ടാവട്ടെ, നിലമ്പൂരാകട്ടെ, എല്ലാ ഇടങ്ങളിലേക്കും യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ സംഘടനാശേഷിയും എത്തുകയും കൈമൈ മറന്ന് പ്രവർത്തിക്കുകയും പ്രതിപക്ഷ നേതാവിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഈ പോയ കാലത്തെ ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ഐക്യ രൂപപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും ഈ അവരുടെ ഒരു യൂത്ത് കേഡർ പ്രതീക്ഷ വെക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് പൊതുജനങ്ങളെ ബോധിപ്പിക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ ഉണ്ടാവുകയും പുതിയ കാലത്തിന് അനുകൂലമായ തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രതിപ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് അനുകൂലമാണ്, നമുക്ക് അനുകൂലമാണ് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകൾ എന്ന് അവർ പരമാവധി സംസാരിക്കാൻ, പരമാവധി ആളുകളോട് സംവദിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് അവരവകാശപ്പെടുന്ന ഒരു കോണ്ടെക്സ്റ്റ്. അവിടേക്കാണ് ഇതാ വരുന്നത്. യൂത്ത് കോൺഗ്രസ് പോരാ, അവരുടെ സമരങ്ങൾ പോരാ, അവരുടെ ക്ഷുഭിത യൗവനങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ വരുന്നത്. അതൊരു യുവജന സംഘടനയെ ആ തരത്തിൽ അങ്ങനെ അടച്ചു കാണേണ്ടതുണ്ടോ? ഒന്ന് മാധു പറഞ്ഞു തുടങ്ങിയ ഉദാഹരണത്തിന് വലിയൊരു പ്രശ്നമുണ്ട്. അതായത് ഒരു യുവജന സംഘടനയുടെ അസ്തിത്വം എന്നുള്ളത്, അവരുടെ റിലവൻസ് എന്നുള്ളത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ മെനക്കെട്ടുവോ ക്യാമ്പയിനിങ് നടത്തിയോ എന്ന് നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ വെറും പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക്, എലക്ഷൻ പൊളിറ്റിക്സിലേക്ക് ചുരുങ്ങി പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യൂത്ത് കോൺഗ്രസ് അതിൻ്റെ ആളുകളോട് പറയുന്നത് നമ്മൾ പാലക്കാട്ടും പുതുപ്പള്ളിയിലും നിലമ്പൂരിലൊക്കെ നല്ലോണം അധ്വാനിച്ചല്ലോ, അതുകൊണ്ട് നമ്മൾ ഉണ്ടെന്നാണ് പറയുന്നതെങ്കിൽ അവരുടെ പറയലിന് ഭയങ്കരമായൊരു കുഴപ്പമുണ്ടെന്ന് പറയും ഞാൻ. പി ജെ കുര്യൻ പറഞ്ഞത് സത്യമാണ്. അതായത് അതേ ഉദാഹരിച്ചത് തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിൽ SFI നടത്തിയ സമരത്തെ ഉദാഹരിച്ചുകൊണ്ടാണ്. അത്ര ഉഷാറിൽ എന്താ പറയുക യൂത്ത് കോൺഗ്രസിന് സമരം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അതിനെപ്പറ്റി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീക്ക് ചെയ്യപ്പെട്ട വീഡിയോയിൽ രാഹുൽ പറയുന്നത് ശരിയായി, ഇതൊരു സതുദ്ദേശത്തോടെയുള്ള പറച്ചിലല്ല, അങ്ങനെയാണെങ്കിൽ കമ്മിറ്റിയിലാണ് പറയേണ്ടത്, പൊതുവേദിയിലല്ല എന്നുള്ളത്. പക്ഷേ പി ജെ കുര്യനും രാഹുൽ മാങ്കൂട്ടത്തിലും വിട്ടുപോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ പറയാം ആൾക്കാരെടുക്കുക എപ്പോഴാണ് ഫ്ലുവൻസി ഉണ്ടാവുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാക്കുകൾ കിട്ടുക എപ്പോഴാണ്, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് കരുത്തുണ്ടാവുക എപ്പോഴാണ്, നമ്മുടെ ആലോചനകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ്, നമുക്ക് നിലപാടുകൾ ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വളവള പറയാനേ പറ്റുള്ളൂ. യൂത്ത് കോൺഗ്രസ് കുറേ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, കുറേ തല്ല് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന സംഗതി തീർത്തും അപലപനീയമായ കാര്യം ഉണ്ടായിട്ടില്ല. നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ പിണറായി വിജയൻ 1ാം ടേമിന്റെ ഭാഗമായിട്ട് കുറേ സമരം നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്തായിരുന്നു പ്രശ്നം എന്നറിയോ? ഈ സമരങ്ങളിൽ ഒന്നും തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ദിവസം നമ്മുടെ സ്വപ്ന സുരേഷ് പറയും ബിരിയാണി ചെമ്പിൻ്റെ അകത്ത് സ്വർണം കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അപ്പം തൊട്ട് സമരത്തിന് ഇറങ്ങുകയാണ് ഇവർ. ഒരു സമരവും ലോജിക്കലായിട്ടോ ഫാക്ച്വലായിട്ടോ പൊളിറ്റിക്കലായിട്ടോ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്. ഇതാ പ്രശ്നം. എന്തുകൊണ്ടാണ് പുതിയ ഗവർണർ കേരള യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തപ്പോൾ അവിടുത്തെ ഫയലുകളിൽ ക്രമവിരുദ്ധമായി ഇടപെടുമ്പം SFIക്ക് കൃത്യമായിട്ട് സമരം ചെയ്യാൻ പറ്റുന്നത്? SFIക്ക് അതിലൊരു കൃത്യമായ നിലപാടുണ്ട്, DYFIക്ക് അതിലൊരു നിലപാടുണ്ട്. സംഘപരിവാർ ഇന്ത്യയിലെയും കേരളത്തിലെയും വിദ്യാഭ്യാസ രംഗം കലുഷിതമാക്കുകയാണ്, ഞങ്ങൾ അതിനെ തടയും. ഈ പ്രശ്നത്തിൽ അതിനു മുൻപ് വിവിധ ഇടങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോഴടക്കം വലിയ തോതിൽ അല്ലെ, നമുക്ക് ഓർമ്മയുണ്ട്, താങ്കളുടെ പരിപ്പ് ഇവിടെ വേഗില്ല എന്ന ബാനർ എഴുതി വെച്ച സമരങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഇപ്പോൾ അങ്ങ് പറയുന്നു ഈ കാര്യത്തിൽ എന്തുകൊണ്ട് KSU സമരത്തിന് ഇറങ്ങുന്നില്ല, എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരത്തിന് ഇറങ്ങുന്നില്ല എന്നുള്ളത്. ഈ സംഘപരിവാറിനും ഗവർണർക്കും എതിരെ അല്ലാതെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, ഇതപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പലതിലും യൂത്ത് കോൺഗ്രസും KSU മാത്രം സമരം നടത്തുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, കീമുമായി ബന്ധപ്പെട്ട് ഇതിലൊക്കെ SFI സമരത്തിന് ഇറങ്ങുന്നുണ്ടോ? അല്ല, വേറെ പ്രശ്നമുണ്ട്. ഇത് രണ്ട് സമരങ്ങളാണ്. നമ്മൾ കൃത്യമായി പറഞ്ഞ പാർലമെന്ററി സമരങ്ങളും പൊളിറ്റിക്കൽ സമരങ്ങളും. കീമുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിൽ ഒരു സാങ്കേതികമായ നിയമപരമായ പ്രശ്നമുണ്ട്, നിയമപരമായ ഒരു പ്രശ്നമുണ്ട്, പൊളിറ്റിക്കലായ പ്രശ്നമില്ല. നല്ല തീരുമാനമാണത്. അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ബുദ്ധിമുട്ടിലാവുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവുന്ന സമരവും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറെ തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നുള്ള ഭരണഘടനാപരമായ കാര്യത്തെ അതിലംഘിച്ചുകൊണ്ട് RSSന്റെ നോമിനികൾ നടത്തുന്ന കാര്യത്തിനെതിരെ നടത്തുന്ന പൊളിറ്റിക്കൽ സമരവും. ഇത് രണ്ടും രണ്ടാണ്. നമുക്ക് ഓർമ്മയുണ്ട് K. സുധാകരൻ എന്താ പറഞ്ഞെന്നുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പം കേരള സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യണം എന്നാവശ്യപ്പെട്ട ആളാണ് കേരളത്തിന്റെ KPCC പ്രസിഡന്റ്. SFIയുടെ പ്രവർത്തകർ ഇതേ PJ കുര്യൻ ഗംഭീരമാണെന്ന് പറഞ്ഞ നടന്ന സമരത്തെ പറ്റിയിട്ട്
രാജീവ് ചന്ദ്രശേഖർ പറയാത്ത, കെ സുരേന്ദ്രൻ പറയാത്ത ന്യായം പിറ്റേസം പറഞ്ഞത് വി.ഡി. സതീശനാണ്. അല്ല, ഈ കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട അതിന്റെ സിലബസുമായി ബന്ധപ്പെട്ട ചില സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്നുണ്ടായിരുന്നു. അന്ന് അവിടെ SFIയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ എത്രത്തോളമായിരുന്നു എന്ന് നമുക്കറിയാം. ശരിയാണ്, ഈ ഗവർണറുടെ വിഷയവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് CPM വലിയ തോതിൽ, CPM അല്ല SFI വലിയ തോതിൽ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആ സമരം KSU നടത്തുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അനാവശ്യ കാര്യത്തിലാണ് അവിടെ സമരം നടത്തുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞ കാര്യങ്ങളുമുണ്ട്. ഇതിപ്പോ സംഘപരിവാർ വേഴ്സസ് CPM എന്ന് പറയുന്ന ഒരു നില ആ സമരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ SFI ഒരു സ്വതന്ത്ര സംഘടനയാണ് എന്നും CPMന്റെ പോഷക സംഘടനയല്ല എന്നും പൊതുവിദ്യാഭ്യാസവുമായി ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നയവും നിലപാടും ഉണ്ട് എന്ന് പറയുന്ന SFI ഈ കാര്യങ്ങളിൽ എവിടെയെങ്കിലും, മഹാരാജാസുമായി ബന്ധപ്പെട്ട പ്രശ്നം വലിയ കൊടികെട്ടിയ കോട്ടയാണല്ലോ, അതിന്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായ സമയത്ത് എവിടെയെങ്കിലും സമരം, പ്രതിഷേധം എന്തെങ്കിലും ഉണ്ടായോ? സംഘപരിവാർ വേഴ്സസ് CPM എന്നല്ല SFI പറയുന്നത്, സംഘപരിവാർ വേഴ്സസ് SFI എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സംഘപരിവാർ വേഴ്സസ് സെക്യുലർ ഇന്ത്യ എന്നുള്ളതാണ് കാര്യം. ആ സമരത്തിൽ, ആ യുദ്ധത്തിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. കോൺഗ്രസിന് അതിൽ സ്റ്റാൻഡ് ഇല്ല. കോൺഗ്രസിന് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിൽ SFI സമരം നടത്തുന്നത് പോലെ യൂത്ത് കോൺഗ്രസിന് സമരം നടത്താൻ പറ്റാത്തത്. ഈ ചരിത്രപരമായ രാഷ്ട്രീയമായ കാര്യമാണ്. പാർട്ടി സെക്രട്ടറി അവിടെ അനുഭാവം അർപ്പിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ വരുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ സമരമാണ്. അതിന് CPMന്റെ മുഴുവൻ സംഘടനാ സംവിധാനവും ഒപ്പം പാർട്ടി സെക്രട്ടറി അടക്കം അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ പിന്തുണയുള്ള CPMന്റെ കൃത്യമായ ഒരു ചുമതലയുള്ള നിർദ്ദേശങ്ങളുള്ള ഒരു സമരം അവിടെ നടക്കുന്നത് വേണം. അത്തരത്തിൽ പ്രതികരിക്കാൻ തന്നെയുള്ളതാണ് സംഘടനാശേഷി. പക്ഷെ ആ സംഘടനാശേഷി സംഘപരിവാറുമായി നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. സ്വതന്ത്ര സംഘടന എന്ന നിലയ്ക്ക് SFI ഇവിടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടത്തുന്നുണ്ടോ? മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ പ്രതിഷേധം നടത്തുന്നുണ്ടോ? മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിൽ സമരം നടത്തുന്നുണ്ടോ? അല്ല മാധു, വളരെ പൊളിറ്റിക്കലായ ഒരു വിഷയത്തെ പകുതി പൊളിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുകയും പകുതി അപ്പൊളിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ കേരള ഗവൺമെന്റ് എടുക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധമായ പ്രശ്നങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിൽ SFI സമരത്തിന് വന്നിട്ടില്ല, നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാണെങ്കിൽ ശരി. അല്ലാതെ കോട്ടയത്ത് പഴയ ഒരു കെട്ടിടം പൊളിഞ്ഞു വീഴുന്നു, അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് പറയുമ്പം അതിന്റെ കൂടെ സമരം ചെയ്യാൻ DYFI SFI ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, അതൊരു പൊളിറ്റിക്കൽ സമരമല്ല എന്നുള്ളതാണ്. ഇതിന്റെ കോൺഗ്രസിന് മുദ്രാവാക്യം ഏറ്റെടുത്ത് വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ മുദ്രാവാക്യങ്ങളെ ഉണ്ടാകുന്നില്ല SFIക്കോ DYFIക്കോ എന്നാണ് ഞാൻ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ്സുകാര് കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന് പറയുമ്പോൾ ആ മുദ്രാവാക്യം ഏറ്റെടുത്ത് വിളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അവിടെ മുദ്രാവാക്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ തരത്തിലുണ്ടാകുന്നോ എന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ അത് അനലൈസ് ചെയ്യുന്നില്ല, ചോദ്യങ്ങളായി ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്ത് മറുപടി പറയാനുള്ള അവസരം ഒരുക്കുകയായിരുന്നു. ശ്രീ N. ശ്രീകുമാർ, ഇപ്പോ ഉപതെരഞ്ഞെടുപ്പുകളിൽ യൂത്ത് കോൺഗ്രസ് കാഴ്ചവെച്ച ഒരു അധ്വാനം, അവരുടെ സംഘടനാശേഷി, അവർ വോട്ട് നേടിയെടുക്കാൻ വേണ്ടി ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തിയ പ്രവർത്തനം, അത് പാർലമെന്ററി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു മേന്മ കാണിക്കലാണ്. അതിനപ്പുറത്തേക്ക് ഇടത് യുവജന സംഘടനകളെ പോലെ, അങ്ങ് ഈ PJ കുര്യൻ തന്നെ പറഞ്ഞതുപോലെ ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളെ പോലെ ആളുകളെ, നേരത്തെ K. അരുൺകുമാർ പറയുകയാണ്, യുവാവിനെ യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കലായ ഒരു യുവാവായി വളർത്തിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, അതിനുള്ള ശേഷി കൈവരിക്കാനുള്ള ആശയപരമായ പരിസരം ഉണ്ടാക്കിയെടുക്കുക. ഈ ഇടങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം കൂടിയുണ്ട്. ഇന്ന് PJ കുര്യൻ പറയുന്നത് വളരെ ഇന്റലക്ച്വലായ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ പറഞ്ഞത് എന്നുള്ളതാണ്. ഐഡിയോളജിക്കലായ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നടത്തുന്ന സമരം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അനാവശ്യമായ സമരമല്ല, അത് ഇന്റലക്ച്വലായ ഐഡിയോളജിക്കലായ സമരമാണ് എന്നുകൂടി PJ കുര്യൻ തിരിച്ചറിയുന്നു. നോക്കൂ മാധു, PJ കുര്യൻ സാറ് പറഞ്ഞ കാര്യവും ഇവിടെ നിന്ന് ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ CPM അനുഭാവികളായ സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യവും രണ്ടും രണ്ടാണ്. ഇവിടെ PJ കുര്യൻ സാറ് പറഞ്ഞൊരു കാര്യം SFIയുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല യൂത്ത് കോൺഗ്രസിന്. കാരണം SFIയും DYFIയും കഴിഞ്ഞ 8-9 വർഷക്കാലത്ത് അവർ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇപ്പം ഭരണം അവസാനിക്കാറായപ്പം അവരൊരു കാരണം കൊണ്ടുവന്നു. അത് അക്കാഡമിക് കാര്യങ്ങളല്ലല്ലോ SFI സമരം ചെയ്യുന്നത്. അതായത് RSSൻ്റെ ഗവർണർ അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളിൽ അവരുടെ RSSൻ്റെ സങ്കല്പത്തിലുള്ള ഭാരതമാതാവിൻ്റെ ചിത്രം വെക്കുന്നു, അത് സർവകലാശാലകളിൽ വെക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലാണ്ട് സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ ഭാവി നോക്കിയിട്ടല്ലല്ലോ സമരം ചെയ്യുന്നത്.
ഇന്നിപ്പോൾ വൈസ് ചാൻസലറിനെ വ്യക്തമായിട്ട് പറഞ്ഞു, അവിടെ പാവപ്പെട്ട കുട്ടികളൊക്കെ പരീക്ഷ എഴുതാണ്ട് കഷ്ടപ്പെടും. നേരെ മറിച്ച് DYFIയും SFIയും കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ആരോപണങ്ങൾ ഏതാ? അതൊക്കെ മാതൃകയാക്കണമെന്ന് പറഞ്ഞാലോ, സർട്ടിഫിക്കറ്റ് വിഷയമാണെങ്കിലും മാർക്ക് കാര്യങ്ങളിലാണെങ്കിലും സ്വന്തം സഹസംഘടനയായ AAYFൻ്റെ വനിതാ നേതാവിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിനു വേണ്ട. ഇന്നലെ പാലക്കാട്ട് മണ്ണാർക്കാട് CPMൻ്റെ നേതാവായിരുന്ന KTDCയുടെ ചെയർപേഴ്സണായിട്ടുള്ള നമ്മുടെ മറ്റേ അദ്ദേഹത്തിൻ്റെ PK ശശിക്കെതിരെ മണ്ണാർക്കാട് നടത്തിയ പ്രകടനത്തിൽ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസംഗം എന്താണ്? അപ്പോൾ അതിന് കൃഷ്ണദാസിൻ്റെ ഇന്നത്തെ മറുപടി എന്താണ്? അപ്പോൾ CPM പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതും അതിനോടൊക്കെ താരതമ്യം ചെയ്യാണ് യൂത്ത് കോൺഗ്രസിനെ. അവിടെ ഒന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസും KSUവും പാർലമെൻ്ററി കാര്യത്തിലല്ല മാത്രമല്ല നിലപാടെടുത്തത്. ഇവരിവിടെ പറഞ്ഞ് വ്യാജ യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറയുന്നില്ലേ, ആ വ്യാജ യൂത്ത് കോൺഗ്രസ് 18,000 വോട്ടിന് ജയിച്ചിട്ട് CPMൻ്റെ സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തേക്ക് പാലക്കാട്ട് തള്ളിയിട്ടു ജനങ്ങളുടെ പിന്തുണയോടെ. അറിയാമോ, 15,000 വോട്ട് കൂടുതൽ പിടിച്ചു 3,000-ൽ നിന്നും ഷാഫി പറമ്പിൽ നീട്ടിയത്. ആ യൂത്ത് കോൺഗ്രസിന് എന്തിന് ഇവരിപ്പോൾ വ്യാജം വെച്ച നാണമാവില്ലേ ഇവർക്ക്? ജനങ്ങൾ അംഗീകരിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ. പിന്നെ എന്താണ്, ജനങ്ങൾ അംഗീകരിച്ചു ചാണ്ടിയുമ്മനെ. അവിടെ തോറ്റതാരാ? പുതുപ്പള്ളിയിലെ DYFI നേതാവല്ലേ. പാലക്കാട് തോറ്റതാരാ? DYFIയുടെ പുതിയ നേതാവല്ലേ. മറ്റേ നമ്മുടെ നിലമ്പൂർ തോറ്റതാരാ? SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴും യുവത്വം വിടാതെ നിൽക്കുന്നു എന്ന് CPM പറയുന്ന സ്വരാജ് അല്ലേ. അപ്പോൾ ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് SFIയെ കൂടെ ന്യായീകരിക്കുക, DYFI ന്യായീകരിക്കുക. ഇന്ന് മുഹമ്മദ് റിയാസിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, യൂത്ത് കോൺഗ്രസിനെ ചെറുതായി കാണുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മാന്യമായ പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നിയത്. ന്യായീകരിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ന്യായീകരിക്കുമ്പോൾ അന്തം കമ്മികളായിട്ട് ന്യായീകരിക്കരുത്. ഞാൻ അന്തം കമ്മി ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം. കാരണം ആ പദപ്രയോഗം കോൺഗ്രസിന്റെ നേതാക്കളാണ്. അല്ല, ഞാൻ പറയാം. ഇപ്പോൾ കുര്യൻ സാറിൻ്റെ വിഷയമാണല്ലോ ചർച്ച ചെയ്യുന്നത്. കുര്യൻ സാർ പറഞ്ഞത് എന്താണ്? അദ്ദേഹം അടുത്ത ഗവൺമെൻറ് വരണം, UDF ഗവൺമെൻറ് വരണം. അപ്പോൾ യൂത്ത് കോൺഗ്രസും KSUവും ആണ് കോൺഗ്രസിൻ്റെ ഞാറ്റടി എന്ന് പറയുന്നത്. അവർ ഒന്നുകൂടെ ഉഷാറാവണം എന്ന് ഉദ്ദേശിച്ചായിരിക്കാം കുര്യൻ സാർ പറഞ്ഞത്. അതാണ് ആദ്യം പറഞ്ഞത്. അദ്ദേഹം ഒന്നുകൂടി നാളെ അത് വ്യക്തമായി പറയുമായിരിക്കും. മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവും ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ വേവലാതി പൂണ്ടിരിക്കുകയല്ലേ നമ്മുടെ ഗവൺമെൻറ്റും CPMും. അതുകൊണ്ടല്ലേ DYFIയുടെ സംസ്ഥാന നേതാവ് യൂത്ത് കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തിയത്. കേരളത്തിൻ്റെ യുവജന രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും പരസ്പരം യൂത്ത് കോൺഗ്രസും DYFIയും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയായിട്ട് പരസ്പരം സമരകാര്യങ്ങളിൽ ഭീഷണിപ്പെടുത്താറില്ല. അതറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഭയമാണ്. മഹിളാ കോൺഗ്രസിൻ്റെ ഭയമാണ്, KSUവിൻ്റെ ഭയമാണ്. എന്തിനാണ് കരുതൽ തുടങ്ങിയാൽ? എന്തിനാണ്? ഇവർ വലിയ പുരോഗമനം പറയുന്നവരാണല്ലോ, എന്തിനാണ് ഭയക്കുന്നത്? പിണറായി വിജയൻ്റെ റോഡിൽ കൂടെ പോയ ആ ഭാഗത്തുള്ള KSUക്കാരൻ്റെ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിലെ അച്ഛനമ്മമാർക്ക് ഭയമാണ്. മക്കളെ പിടിച്ചുകൊണ്ട് പോവുക പേടിച്ചിട്ട്. കരിങ്കൊടി അറിയാമല്ലോ. ആർക്കാ കരിങ്കൊടിയെ പേടി? ആർക്കാണ് കറുത്ത കുടയെ പേടി? ആർക്കാണ് കറുത്ത ബാഗിനെ പേടി? ഇതൊക്കെ യൂത്ത് കോൺഗ്രസും KSUവും കാരണമല്ലേ ഈ പേടിയൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നോ? ഇവിടെ കുര്യൻ സാർ പറഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ അത് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന് KSUവിന് ദഹിക്കില്ല. അദ്ദേഹം പറഞ്ഞ സാഹചര്യം തെറ്റിപ്പോയി. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇതിന് മുമ്പുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിനെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ജനസമ്പർക്കവും വീട് സമ്പർക്കവും ഒന്നും കൃത്യമായി നടക്കണമെന്നില്ല, ഒരു വാട്സപ്പ് മതി. പക്ഷേ അവർ ചെയ്യുന്ന സമരം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്തിനാ വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോയത്? രാഹുൽ മാങ്കൂട്ടത്തിലെ സെക്രട്ടേറിയറ്റ് പഠിക്കാൻ എന്തിനാ? അബിൻ വർക്കിയുടെ തല പൊട്ടിച്ചെന്തിനാ? KSUവിൻ്റെ വനിതാ നേതാക്കളെ എന്തിനാ തല പൊട്ടിച്ചെന്തിനാ? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? എന്തിനാണ് പോലീസിനെ മുന്നിൽ നിർത്തി DYFIക്കാരൻ പിന്നിൽ നിന്നിട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തല പൊട്ടിച്ചത്? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അടിച്ചത്? ആ കേസ് ഇന്ന് എവിടെ വരെയായി? ഇതൊക്കെ മനസ്സിലാക്കണം. SFIയെ ചൈന മാറ്റണം SFI എന്ന് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണ. ഒറ്റ മിനിറ്റ്. SFIയുടെ ശൈലി മാറ്റണം എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണ. SFIയുടെ ചില നിലപാട് കൊണ്ട് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയത് പാർട്ടി സമ്മേളനങ്ങളിൽ വിലയിരുത്തിയെന്ന് പത്രവാർത്തകൾ വന്നതല്ലേ? യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ചെയ്തുകൊണ്ട് KPCCക്ക് മാനനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ള ശൈലിയൊക്കെ മതി, അതുകൊണ്ടുള്ള നേട്ടം ഉണ്ടായിട്ടുണ്ട്, ജനങ്ങൾ അംഗീകരിക്കുന്നുമുണ്ട്.
ശരി. അല്ല, നമുക്ക് ഇവിടുത്തെ തിരുവനന്തപുരത്തെ KSU ക്യാമ്പും കൂട്ടത്തല്ലും ഒക്കെ ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ പറയേണ്ടതില്ല. എല്ലായിടത്തും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് എല്ലാത്തിൻ്റെയും കാര്യത്തിൽ നമ്മളിപ്പോൾ അതിനെ വിലയിരുത്താനുമില്ല, ആ വിഷയത്തിലേക്ക് പോകുന്നുമില്ല. ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിം, ഞാൻ അങ്ങയിലേക്കാണ് വരേണ്ടത്. അങ്ങനോട് ക്ഷമിക്കണം. ഞാൻ അരുൺകുമാറിലേക്ക് പോയതിനു ശേഷം അങ്ങയിലേക്ക് വന്നാൽ അതിനുകൂടി അങ്ങേക്ക് മറുപടി പറയാം. അല്ലെങ്കിൽ രണ്ടുപേർ ഒരേ ആശയം പങ്കുവെക്കുന്നു എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ് അങ്ങ് അത് അനുവദിച്ചു തരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു കേസ് അരുൺകുമാർ, അങ്ങ് നേരത്തെ പറഞ്ഞു യുവാക്കളെ ആശയപരമായി വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു യുവാവ് എങ്ങനെയായിരിക്കണമോ പൊളിറ്റിക്കലായി പെരുമാറേണ്ടത് അതിനുതകുന്ന തരത്തിലുള്ള ആശയ പരിസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് SFI, DYFI ഒക്കെ അവരെ പ്രത്യയശാസ്ത്രമായി വളർത്തിയെടുക്കുന്നത് എന്ന് ശ്രീ N. ശ്രീകുമാർ ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട്ട് മണ്ണാർക്കാട് 2 കാലിൽ ഇറങ്ങി നടക്കില്ല എന്ന് വെല്ലുവിളിക്കാൻ പോന്ന തരത്തിലാണോ നിങ്ങൾ യുവാക്കളെ വളർത്തിയെടുക്കുന്നത്? അപ്പൊ അങ്ങനെ വെല്ലുവിളിക്കുന്നവർക്കെതിരെ ഒരുപക്ഷെ കേസുണ്ടായിരിക്കില്ല. പക്ഷെ ആ നിലയ്ക്കല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അടക്കം നേരിടുന്നത്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കരിങ്കൊടി കാണിക്കുന്ന ആളുകളുടെ തലയടിച്ച് പൊട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ഇടത്ത് എന്ത് കമ്പാരിസൺ? അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഇവിടെ ഈ ബഹുമാനപ്പെട്ട ശ്രീകുമാർ അടക്കം സൂചിപ്പിച്ചത് SFIയെയും DYFIയെയും യൂത്ത് കോൺഗ്രസ് ആയിട്ട് താരതമ്യപ്പെടുത്താൻ സമ്മതിക്കില്ല എന്നതാണ്. അതൊരിക്കലും താങ്കൾ താരതമ്യപ്പെടുത്തരുത്. താരതമ്യപ്പെടുത്തുമ്പോഴെങ്കിലും വേണ്ടേ ഒരു തുല്യത വേണ്ടേ? ഇത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ആരോപണം യൂത്ത് കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടാണോ ഇവിടെ ഈ ചർച്ച സംഘടിപ്പിക്കാനുള്ള കാരണം? നിങ്ങളുടെ നേതാക്കന്മാർ, അത് ശശി തരൂരായാലും ചെന്നിത്തലയായാലും K. മുരളീധരനായാലും നേരത്തെ ഇപ്പോൾ വന്ന് ശ്രീ PJ കുര്യൻ അടക്കമുള്ളവർ പറഞ്ഞ നിങ്ങൾക്കുള്ളിലെ നേതാക്കന്മാർ തന്നെ നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് മുമ്പയിച്ച വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ താങ്കളുടെ വിചാരം എന്താണ്ട് SFIയോ DYFI യൂത്ത് കോൺഗ്രസിനെടുത്ത് നടത്തിയ ഒരു പരാമർശത്തിന്റെ ഭാഗമായിട്ടാണ് മാതൃഭൂമി ഇത്തരത്തിലൊരു ചർച്ച വെച്ചതെന്ന്? ഒരിക്കലുമല്ല. ആദ്യം നിങ്ങളുടെ നേതാക്കന്മാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നിങ്ങൾ നോക്ക്. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം താങ്കൾ അവസാനിപ്പിച്ചെന്താ? യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തി കൊണ്ട് കോൺഗ്രസിന് ഒരു മാനഹാനി ഉണ്ടായിട്ടില്ല എന്ന്. ഇപ്പൊ ഈ ചൂരൽമല മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയ പരാതിയും KPCCക്ക് കിട്ടിയ പരാതിയും 13 മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടിയെടുത്തതും ഈ വിഷയങ്ങളൊന്നും നിങ്ങൾക്കൊരു മാനഹാനി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ഒന്നും ആ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. വ്യാജ ID കാർഡ് നിർമ്മിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചതെന്ന് തോറ്റ നേതാക്കന്മാരടക്കം പ്രസ്താവിച്ച് FIR രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ നിലനിൽക്കുന്ന കേസ് നിങ്ങൾക്കൊരു മാനഹാനി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വേണ്ട, അവിടെ കിടന്നോട്ടെ. അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ ഞങ്ങൾ പറയാം. അത്തരത്തിലായിക്കോട്ടെ. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ ശരിയായ വഴിക്ക് നയിക്കാൻ സമരവും സംഘടനാ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. എത്രയോ കുട്ടികൾക്ക് സൗജന്യ ട്യൂഷൻ ഒരുക്കുന്നു DYFIയും SFIയും. PSC പരിശീലന ക്ലാസ്, IAS പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന കുട്ടികൾക്ക് പോലും സൗജന്യ പരിശീലന ക്ലാസ് കൊടുക്കുന്നു. ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇടപെടൽ നടത്തുന്നു. കിടപ്പ് രോഗികളെ സന്ദർശിച്ച് മാസത്തിലൊരിക്കൽ സന്ദർശിച്ച് അവർക്ക് ആശ്വാസമായിട്ട് ഓടിയെത്തുന്നു. ആ കോവിഡ് കാലവും പ്രളയകാലവും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങൾ മാത്രം സംഘടിപ്പിച്ചു എന്നല്ല പറയുന്നത്, നിങ്ങളും സംഘടിപ്പിച്ചിട്ട് ഞങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വ്യത്യസ്ത പുലർത്താൻ കഴിയുന്നു. ഈ കാലഘട്ടം ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കടമ നിർവഹിക്കാൻ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നു. പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന്റെ ഒരു കാലഘട്ടം, മദ്യം, മയക്കുമരുന്ന്, കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി, ഈ പ്രതിസന്ധികൾക്കിടയിലും എങ്ങനെ യുവജനങ്ങൾക്കിടയിൽ നന്നായി പ്രവർത്തിക്കാമെന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നു. ദേശീയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുന്നു, സംസ്ഥാന പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുന്നു, പ്രാദേശിക വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു, ചിലപ്പോൾ പഞ്ചായത്തിലെ വിഷയങ്ങളാകാം. പക്ഷെ നിങ്ങൾ കൃത്യമായി സൈഡ് തിരിഞ്ഞ് ഭരണം എന്നതിനെ മാത്രം ലക്ഷ്യമാക്കി സോഷ്യൽ മീഡിയ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്നു. താങ്കൾ സമയമുണ്ടെങ്കിൽ ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിലുണ്ട്. 2 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നു, ഞാനും ഇങ്ങനെയൊക്കെ ചർച്ചയ്ക്കൊക്കെ പോകുന്നയാളാണ്, അന്നത്തെ പ്രവർത്തനം എന്താണ്, ഇന്നത്തെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പറയുന്നു, നിങ്ങളുടെ MP ആണ്, ഒന്ന് കേട്ടു നോക്കുക. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞ ആരോപണമല്ല. ഇപ്പൊ ഏതെങ്കിലും തരത്തിലൊരു പ്രസംഗത്തിന്റെ ഭാഗമായി, ഒരു പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, അത് പൊതുസമൂഹത്തിലുണ്ട്. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകുന്നു. കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ? പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, തിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കലുകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സംഘടനാ മെഷീനറിക്ക് ഉള്ളിൽ തന്ന വിമർശനത്തെ പോലും അത് വിമർശിച്ചുകൊണ്ട് നേതാക്കന്മാർ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന രൂപത്തിലുള്ള വാർത്ത നിങ്ങൾ തന്നെ ചോർത്തി കൊടുക്കുകയാണ്. നിങ്ങളുടെ നേതാക്കന്മാർ മാത്രമുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് വാർത്ത ചോർത്താൻ പറ്റില്ലല്ലോ. ഈ ഒരു യാഥാർത്ഥ്യമാണ് ഉൾക്കൊള്ളേണ്ടത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു മരണം ഉണ്ടായി, അവിടെ പ്രതിഷേധിച്ചു, എല്ലാവരും പ്രതിഷേധിച്ചു, ഓക്കെ. പക്ഷെ 20 പേർ മരിച്ച ഗുജറാത്തിലെ പാലം തകർന്ന് നിരവധി പാലങ്ങളും വികസന പ്രവർത്തനങ്ങളും അടുത്ത തകർന്ന ഒരു വിഷയം ദേശീയ വിഷയമായി വരുമ്പോഴും ഒരക്ഷരം യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചോ അതിൽ? അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഉയർന്നു വന്ന നിരവധി പ്രക്ഷോഭങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ഭാഗമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള വേട്ടയാടലുകളുണ്ട്. എവിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ലീഡർഷിപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന വന്നത് എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ നീറുന്ന പ്രശ്നങ്ങൾ ഗൗരവത്തോടെ ഉന്നയിക്കാൻ ശക്തമായിട്ട് മുന്നിൽ നിൽക്കുന്നത് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് AA റഹീമാണ്.
അത് ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താനും മതനിരപേക്ഷത തകർക്കാനും ജനാധിപത്യം തകർക്കാനും അതുപോലെ മുക്കിനും മൂലയിലും ന്യൂനപക്ഷത്തിനെതിരെ അതിക്രമം നടക്കുമ്പോഴും എല്ലാം ഓടിയെത്തുന്നതും പാർലമെന്റിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതും അതിന്റെ ഭാഗമായി ജനങ്ങളെ സമരസജ്ജരാക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐയും അതിന്റെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ ഉന്നയിച്ച പ്രശ്നം നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക, കുറവുകളുണ്ടോ കണ്ടെത്തുക, പരിഹരിക്കാൻ ശ്രമിക്കുക. ഒരു സർഗാത്മക യൗവനത്തെ നിലനിർത്താനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. ഞങ്ങളെ ആക്രമിക്കാൻ അതൊരു കാരണമാക്കി എടുക്കരുത്. നിങ്ങളുടെ പ്രസ്താവന ഞങ്ങളെ ആക്രമിക്കേണ്ടതില്ല. വളരെ ശരിയായി ചോദിക്കുകയാണ്. ഞങ്ങളല്ല നിങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. സ്വാഭാവികമായും ആ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുക രാഷ്ട്രീയത്തിൽ സാധാരണവുമാണ്. പക്ഷെ അവരല്ല വിമർശനം ഉന്നയിച്ചത്. വിമർശനം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ നേതാക്കൾ ആണ്. ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ യോഗത്തിൽ പോയി, അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പഠന ക്യാമ്പിൽ പോയി, യൂത്ത് കോൺഗ്രസിന്റെ ഒരു യോഗത്തിൽ പോയി പറയുകയാണെങ്കിൽ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ലീക്ക് ചെയ്ത് വന്ന ഓഡിയോയിലും പറയുന്ന അത് തന്നെയാണ്. നമ്മളുടെ ഒരു യോഗത്തിൽ വന്നു നിന്ന് പറയുകയാണെങ്കിൽ ശരി, ഇത് നാട്ടുകാരോട് മുഴുവൻ പറയുകയാണ് പോരാ, ഇവരത്ര പോരാ എന്നുള്ളത്. മറ്റു അപ്പുറത്ത് നിൽക്കുന്നയാൾ വമ്പന്മാരാണ്, കേമന്മാരാണ്, ആശയ ശേഷിയുള്ളവരാണ്, അവർക്ക് ബുദ്ധിയുള്ളവരാണ് എന്ന തരത്തിൽ വീണ്ടും ചില പ്രതികരണങ്ങൾ കൂടി ഉണ്ടാവുകയാണ്. അപ്പോൾ ആ തരത്തിൽ നിങ്ങളുടെ വളർന്നു വരുന്ന തലമുറയെ, നമുക്ക് പല കഥകൾ ഓർമ്മയുണ്ടാകും അല്ലേ? ഇപ്പോൾ ഒരാൾ വളർന്നു വരുന്നു എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിൽ ഇടപെടലുകൾ പല കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതെന്ന്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, തിരുവനന്തപുരത്ത് KSUവിൻ്റെ ക്യാമ്പിൽ തമ്മിൽ തല്ലുണ്ടായി എന്നുള്ളൊരു വിവരം മാധ്യമങ്ങൾക്ക് ആ വിഷ്വൽ അടക്കം നൽകുന്നത് SFIയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലരായിരുന്നു. കാരണം അവരിലേക്കാണ് ആ വീഡിയോ അടക്കം ലീക്ക് ചെയ്ത് കിട്ടിയത്. അതെങ്ങനെയാണ്? അതായത് അവനവന്റെ ക്യാമ്പിൽ നടക്കുന്നതിന്റെ വിഷ്വൽ എടുത്ത് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ള നേതാക്കൾക്ക് അയച്ചു കൊടുത്ത് മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക എന്നതടക്കം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഓഡിയോ സന്ദേശം അതിന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്തയിൽ നിന്നല്ല. ഇത് പൊളിയണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ മുതിർന്നവരിലും ചെറിയ പ്രായമുള്ളവരിലും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഈ സർഗാത്മകമായ യൗവനത്തിൻ്റെ ബഹിർസ്ഫുരണം കേട്ടങ്ങനെ രോമാഞ്ചം കൊണ്ടിരിക്കുകയായിരുന്നു വാസ്തവത്തിൽ ഞാൻ. അപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കാൻ വൈകിയതിൽ എനിക്കൊരു വിരോധമില്ല. കാരണം ഇതൊക്കെ കേൾക്കാൻ സാധിച്ചല്ലോ. ഇപ്പോൾ ഉദാരീകരണം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, കോവിഡ് രോഗം മൂലം ഉണ്ടായ കുഴപ്പങ്ങൾ, ഇതെല്ലാം പരിഹരിച്ചത് നമ്മുടെ DYFI-യാണ്. അതുപോലെ തന്നെ സൈന്യത്തിലെയും റെയിൽവേയിലെയും തൊഴിലില്ലായ്മയൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു. ആമസോൺ കാടുകൾ കത്തുന്നതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളും നമ്മൾ കാണുകയും അത് വിജയിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയൊക്കെ എന്തോ ഒരു പ്രസംഗമാണ്. എത്ര അമ്പോറ്റി കുഞ്ഞുങ്ങളാണ് SFIക്കാരും പിന്നെ DYFIക്കാരും. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഈ കേരളത്തിൽ ജീവിക്കുന്നവരും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. ഈ അമ്പോറ്റി ആയിട്ടുള്ള ആളുകളുടെ ഓരോ പ്രവർത്തനങ്ങൾ, ഈ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സമരങ്ങൾ, എന്തായിരുന്നു അതിൻ്റെ ആ ഒരു സനോജിൻ്റെ നേതൃത്വത്തിൽ നടന്ന കുര്യൻ സാറിൻ്റെ ഭാഷയെ പറഞ്ഞാൽ അഗ്രസീവായിട്ടുള്ള സമരത്തിൻ്റെ ആ ദൃശ്യങ്ങൾ എന്തായിരുന്നു? എന്താണ് അവിടെ നടന്നത്? അത് സ്പോൺസേർഡ് അല്ലേ? നമ്മൾ സാധാരണ ജലപീരങ്കി എന്നാണ് പറയുന്നത്, ഇത് ജല കൈത്തോക്കായിരുന്നു. ജല കൈത്തോക്ക അവിടെ നമ്മൾ കണ്ടത്. വലിയ പൊങ്ങച്ചം കൊണ്ട് പറയാണ്. പിന്നെ ശ്രീകുമാറിന് ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസും നോൺ പൊളിറ്റിക്കൽ ഇഷ്യൂസും തമ്മിലുള്ള ബന്ധം അറിയത്തില്ല, അല്ലെ ആ ഒരു വ്യത്യാസം. അതുകൊണ്ടാണ് ശ്രീകുമാരി ഇങ്ങനെ യൂത്ത് കോൺഗ്രസിനെയൊക്കെ ന്യായീകരിച്ച് പറഞ്ഞത്. SFI എന്ത് ചെയ്താലും പൊളിറ്റിക്കലാ, എല്ലാം പൊളിറ്റിക്കലാ. യൂത്ത് കോൺഗ്രസ് എന്തെങ്കിലും പറഞ്ഞാൽ പൊളിറ്റിക്കലാണ്. ഞാനൊന്ന് പറയട്ടെ, ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല മധു, ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് പിന്നെ ശ്രീകുമാർ യൂത്ത് കോൺഗ്രസിനെ ന്യായീകരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് കാര്യങ്ങളുടെ കിടപ്പ്, പൊളിറ്റിക്കൽ ഇഷ്യൂവും നോൺ പൊളിറ്റിക്കൽ ഇഷ്യൂവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അങ്ങേക്ക് മധുവിന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുക. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒത്തിരി കുറ്റങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്, അവരവിടെ പിരിച്ച പൈസ ഒരു 5 പൈസ പോലും പോകാതെ അത് ബാങ്കിൽ കിടപ്പുണ്ടെന്നാണ്. ആ പണം സർക്കാരിൻ്റെയിലോട്ട് കൊടുത്തില്ല. ഞങ്ങളൊക്കെ വീട് വെച്ചോളാവുന്നത്, ഞങ്ങൾക്ക് ആ കാശിന് ഇതാ, അതവർ കൊടുത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ സമരം നടക്കുന്നില്ല ഇപ്പോൾ ഇവിടെ എന്താ ഈ സമരവും ഇവിടെ നടക്കുന്ന സമരം ഗവർണറും DYFIയും കൂടെ ഉള്ള, അല്ലെങ്കിൽ SFIയും കൂടെ തമ്മിലുള്ളതാ, അല്ലെങ്കിൽ BJPയും CPM കൂടെ തമ്മിലുള്ളതാ. അല്ലാതെ എന്താ പ്രശ്നം? ഇവിടെ മാധു തന്നെ കീമിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കീം അതിൻ്റെ നടത്തിപ്പ് ശരിയോ തെറ്റോ നടത്തിക്കട്ടെ. ആ ഫയല് ഈ അഡ്മിഷൻ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വരെ, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വരെ, കോടതി വിധി വരുന്നത് വരെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നത്? SFIക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? CPM ആണല്ലോ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ കാലുകഴുകൽ പ്രശ്നം.
എത്ര സമരമാണ് നടന്നത് SFIയുടെ പേരിൽ? ഈ അധ്യാപകരെ കാല് കഴുകുന്നു അല്ലെങ്കിൽ ഗുരുപൂജ എന്ന പേരിൽ നടക്കുന്ന ഈ ദുരാചാരം, അതിനെതിരായിട്ട് എന്ത് സമരമാണ് നടന്നത്? എന്താണ് നീ SFIക്കാരെ കുറിച്ച് പറയാണ്? മാധു, BCom ജയിക്കാത്ത ആളിന് MComന് അഡ്മിഷൻ വായിച്ച സംഘടനയായത് മറക്കരുത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കൗൺസിലറായിട്ട് മത്സരിക്കുക പോലും ചെയ്യാത്ത ആളിനെ യൂണിവേഴ്സിറ്റി LLB പാസ്സാവാത്തയാളെ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് നടത്തി നേതാവ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. BComന് തോറ്റ ആള് MComന് അഡ്മിഷൻ കിട്ടിയെന്ന് ചെറിയ കാര്യമാ. യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആൾ യൂണിവേഴ്സിറ്റി യൂണിയനുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നെന്ന്. അമ്പോറ്റി കുഞ്ഞുങ്ങളാ, ഇങ്ങനെ പറയരുത്. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ്. തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞല്ലോ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. പക്ഷെ ഞങ്ങളെല്ലാം ശരിയാ. ഞങ്ങളുടേത് പൊളിറ്റിക്കലാ, ഞങ്ങളുടെ സമരം മുഴുവൻ പൊളിറ്റിക്കലാ. മറ്റുള്ളവരുടെ സമരം നോൺ പൊളിറ്റിക്കലാ. അവർ പാർലമെൻ്ററി പൊളിറ്റിക്സ് അവരുടേത്. സാറേ, ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരൊക്കെ ഈ പാർലമെൻ്ററി താല്പര്യങ്ങളൊക്കെ ഉള്ളവരാ. ഇതിൻ്റെ അവസാനത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത്. അധികാരം പിടിച്ചെടുത്ത് നാട്ടുകാർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. റഹീം എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അരുൺകുമാറിനുള്ള ഒരു അപേക്ഷ, നമ്മുടെ ബ്രിട്ടാസിനെ വിട്ടുകളയരുതേ. ബ്രിട്ടാസ് രാജ്യസഭയെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട്. റഹീമിനെ മാത്രം പറഞ്ഞാൽ പോരാ, ബ്രിട്ടാസിൻ്റെ പ്രവർത്തനം കൂടെ പറയേണ്ടിയിരിക്കുന്നു. മറന്നു പോകരുത്. പിന്നെ ഇവിടെ മാധു ചോദിച്ച കാര്യങ്ങൾ ഞാനതാണല്ലോ പറഞ്ഞത്. ജന്മനാ ഉള്ളത്, അത് എത്ര ഡെറ്റോൾ ഒഴിച്ചു കഴിയാലും പോവില്ല എന്നുള്ളത്. സാധ്യതകൾ, രാഷ്ട്രീയമായ സാധ്യതകൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴേ പെറ്റി ഇഷ്യൂസിന് വേണ്ടി ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊരു കാര്യം പറയാം. PJ കുര്യൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു. PJ കുര്യൻ അങ്ങനെ പറഞ്ഞതിൻ്റെ ചില കാരണങ്ങൾ, പത്തനംതിട്ട ബേസ് ചെയ്യുന്ന കാരണങ്ങൾ ഞാൻ തുടക്കത്തിൽ ഒന്ന് സൂചിപ്പിച്ചു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ എന്തുവാണ് യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടത്? യൂത്ത് കോൺഗ്രസ് അതിനെ ആ ഒരു സ്പിരിറ്റിലങ്ങ് എടുത്തേക്കുക. ശരിക്കും ചെയ്യേണ്ട, പിറ്റേ ദിവസം പോയി PJ കുര്യനെ കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ വീട് പുറമറ്റത്താ, അങ്ങോട്ട് പോയി കണ്ടിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. എന്നിട്ടും അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അന്നേരം പാർട്ടി വേദികളിൽ പരാതി പറയാം. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം 2 രാഷ്ട്രീയകാര്യ സമിതി, പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചേർന്നതാ. അവിടെ ഈ കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നല്ലോ. യൂത്ത് കോൺഗ്രസിൻ്റെ സമര രീതിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടോ? അഗ്രസീവ് ആകേണ്ടതുണ്ടോ? CPMകാർ ഗുണ്ടാപ്പണി ചെയ്യുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ നമുക്കും വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ സംസാരിക്കാമായിരുന്നു. പിന്നെ ഇൻ്റലക്ച്വലായിട്ടുള്ള ആ പ്രശ്നങ്ങൾ, ഐഡിയോളജിക്കൽ, അത് കൊടുക്കേണ്ടത് പാർട്ടിയാണ്. ചെറുപ്പക്കാരെ ഐഡിയോളജിക്കലി സ്ട്രോങ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവർക്കല്ല, പാർട്ടിക്കാണ്, പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കാണ്, പാർട്ടിയുടെ മുതിർന്ന നേതൃ സംവിധാനത്തിനാണ്. അതവർ ചെയ്യണം. അല്ലാതെ ഇത് പണ്ടും മാധു, ഇത് ചെറിയ കാര്യമല്ല. KPCCയുടെ വളരെ നിർണായകമായ സമ്മേളനങ്ങൾ, രഹസ്യ യോഗങ്ങൾ, ആ യോഗങ്ങളിൽ എന്നെപ്പോലുള്ള പത്രപ്രവർത്തകർക്ക് ഞാൻ സജീവമായിട്ട് റിപ്പോർട്ടുകളുള്ള സമയത്ത് ഈ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഞാൻ കേട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പരമൊന്നുമല്ലല്ലോ ഈ ലീക്കിങ്. പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ, നിർണായക യോഗങ്ങൾ നടക്കുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകൾ നമ്മൾ കേൾക്കുകയാണ്. നിയമസഭയിൽ ചർച്ച നടക്കുമ്പോൾ പിന്നീടാണ് ജാമർ വരുന്നത്. നിയമസഭയിലെ ചർച്ച, ഞാൻ ആ വിഷയമൊന്നും ഇപ്പോൾ പറയുന്നില്ല, ആ ചർച്ച പുറത്തേക്കുള്ള ആളുകൾക്ക് ഈ ടെലിഫോൺ ഓൺ ചെയ്ത് വെച്ച് കേൾപ്പിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും യൂത്ത് കോൺഗ്രസ്സുകാരും കൂടുതൽ പറയേണ്ട കാര്യമില്ല. പക്ഷേ സാധ്യതകളുടെ മുമ്പിൽ പുറംതിരിഞ്ഞ് നിൽക്കരുത്. ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുക, അതിനെ വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടിയും അതുപോലെ തന്നെ പക്വതയോടുകൂടി, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ ഒരു തോന്നലുണ്ട് ഞങ്ങളെന്തോ ആണെന്നുള്ളത്. അവരിപ്പോൾ ആണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാതെ പിന്നെ ഇവിടെ അരുൺകുമാറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ പോലൊന്നും അല്ല. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ വളരെ സജീവമാണ്, മഹിളാ കോൺഗ്രസ് സജീവമാണ്. അപ്പോൾ ആ സജീവത്വം നിലനിർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇപ്പം ആർജിച്ചിരിക്കുന്ന ഒരു സമ്മതിയുണ്ട്, ജനസമ്മതി. അത് നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പം നിങ്ങൾ എന്ത് പൊളിറ്റിക്കലോ നോൺ പൊളിറ്റിക്കലോ എന്ന് പറഞ്ഞു, ഇനി അടുത്ത ഇലക്ഷനാണ്. മെയ്യിലോ ഏപ്രിലോ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട് മാധു, കോൺഗ്രസ് ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ CPM ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നടത്താൻ പോകുന്ന പ്രചാരണത്തിൽ ഊന്നൽ നൽകാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അത് പിണറായി വിജയൻ്റെ നേതൃത്വത്തെക്കുറിച്ചാണ് ആയിരിക്കും. പിണറായി വിജയന് ഗവൺമെൻറ്റിനെ അത് കൊണ്ടുപോകുന്ന രീതി ശരിയാണോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ധാർഷ്ട്യം, ധിക്കാരം, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ധൂർത്ത് ഇതൊക്കെ കാണുകയാണ്. പക്ഷേ
അവർക്ക് പാർട്ടിയെ അല്ലെങ്കിൽ സർക്കാരിനെ ഒന്നിച്ചു നിർത്താൻ സാധിക്കുന്നു. ആ ഒരു പാഠവും പിണറായി വിജയൻ പ്രദർശിപ്പിക്കുന്നു. അതേസമയം കോൺഗ്രസിലോ ജയിക്കുമെന്നൊരു ധാരണ വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്ര പേരാ? സർവേകൾ വരുന്നു, സർവേയിൽ ചിലരെ പറയുന്നു, അതല്ലാതെ ചില അവകാശവാദങ്ങൾ വരുന്നു, അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുന്നു. അപ്പം ചെയ്യേണ്ടത് എന്താ? തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒന്നിച്ച് നിൽക്കാൻ പറ്റണം, പാർട്ടി ഒന്നിച്ച് നിൽക്കണം, യൂത്ത് കോൺഗ്രസ് സഹകരിക്കണം. അതിനുള്ള സംവിധാനമാണ്. അല്ലാതെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടേ ചില നേതാക്കൾ ഞഞ്ഞാപിഞ്ഞ എന്ന് പറയും. ശശി തരൂരിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടേ ഞഞ്ഞാപിഞ്ഞ. അതല്ല, കൃത്യമായിട്ടുള്ള ഉറപ്പുള്ള നിലപാടുകളുമായിട്ട് യൂത്ത് കോൺഗ്രസിനെയും മറ്റു പോഷക സംഘങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ നിങ്ങളാരും ഉദ്ദേശിക്കുന്നത് പോലെ അധികാരത്തിൽ വരുമെന്ന് വിചാരിക്കരുത്. ശരി, പത്തനംതിട്ടയിൽ തന്റെ അഭിപ്രായം കൂടി കേൾക്കാതിരുന്നതിന്റെ പേരിൽ സീറ്റ് നഷ്ടമുണ്ടായെന്ന് അടക്കം പറയുമ്പോൾ പി ജെ കുര്യന്റെ ഇച്ഛാഭംഗം എന്താണ്, പരിഭവങ്ങൾ എന്താണ് എന്നതുകൂടി വ്യക്തമാകുന്നുണ്ട്. പക്ഷേ അത് പ്രതിഫലിപ്പിച്ച രീതി അവനവന്റെ സംഘടനയുടെ ഏറ്റവും യുവജന ഘടകത്തെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ടാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അവർ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തെക്കുറിച്ച് ഞാൻ ചോദിച്ച സമയത്ത് അങ്ങ് ഒരു പാർലമെന്ററി പൊളിറ്റിക്സിന്റെ ഘടകമായി മാത്രം, അതിന്റെ പ്രതിഫലനമായി മാത്രം കാണുന്നു, അതല്ല ഒരു യുവജന സംഘടനയെ അടയാളപ്പെടുത്തതിന്റെ മാനദണ്ഡം എന്ന് പറയുകയുണ്ടായി. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്, സ്വാഭാവികമായും കോൺഗ്രസ് 2 തവണ പ്രതിപക്ഷത്തിരിക്കുകയാണ്. അവിടെ നിന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും, ലക്ഷ്യവും അത് തന്നെയായിരിക്കും. ആ ലക്ഷ്യത്തിലേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് ചിന്തിക്കുന്നത് രാഷ്ട്രീയമായി തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അങ്ങേക്ക് വിരുദ്ധമായ അഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അവർ നടത്തുന്ന പ്രതികരണങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെറിയ തോതിൽ വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് തന്നെ അവരെ വിമർശിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ OLX പരാമർശമാണ് എങ്കിലും, അൻവറുമായുള്ള കൂടിക്കാഴ്ചയാണെങ്കിലും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആത്യന്തികമായി എന്ത് സംഭവിച്ചു? ആത്യന്തികമായി പാലക്കാട് ഇലക്ഷൻ ആണെങ്കിലും ശരി, നിലമ്പൂർ ഇലക്ഷൻ ആണെങ്കിലും ശരി, ഇതിപ്പോ ഈ ഓൺലൈൻ ആയിട്ടുള്ള യുദ്ധങ്ങളോ സൈബർ ഇടത്ത് നടത്തുന്ന പോർവിളികളോ ഒന്നും ഏകപക്ഷീയമല്ല. വളരെ സുസജ്ജമായ ഒരു സംഘടനാ സംവിധാനം സൈബർ ഇടത്ത് ഇടതിനുമുണ്ട്. പക്ഷേ ആ വെല്ലുവിളികളെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നൊരു സംവിധാനം യൂത്ത് കോൺഗ്രസിനും അതിന്റെ നേതാക്കൾക്കും അവരുടെ ഒരു കേഡറിനും വെച്ചു പുലർത്താൻ കഴിയുന്നു എന്ന് പറയുന്ന അവരുടെ ഒരു ആത്മവിശ്വാസമാണ്. അതൊരു പക്ഷെ മുതിർന്ന നേതാക്കൾക്ക് അത് എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് അറിയാതെ പോകുന്നതാണോ? മാധു, ഞാനൊന്ന് കൃത്യമായിട്ട് പറഞ്ഞോട്ടെ. ഒന്ന്, ഞാൻ പറഞ്ഞതിനെ പറ്റി അതിനുശേഷം ശ്രീകുമാറും സണ്ണിക്കുട്ടി എബ്രഹാമും പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരാൾ എന്തൊക്കെയോ വിളിച്ചു പറയും, മറ്റാൾ മുഴുവൻ പരിഹസിക്കുകയാണ്. നമ്മൾ വസ്തുതകൾ പറയുമ്പോൾ അതിനെ വസ്തുതകൾ പറഞ്ഞ് ഖണ്ഡിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക, അതുവഴി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആദർശങ്ങളെ ഭരണത്തിൽ കൂടി നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പി ജെ കുര്യന്റെ പരാമർശത്തെ പറ്റിയിട്ടാണ്. അതിനെ എങ്ങനെ പൊളിറ്റിക്കലായിട്ട് വായിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പി ജെ കുര്യൻ തിരുവനന്തപുരത്ത് നടന്ന കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന സമരത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ സമരത്തിൽ യൂത്ത് കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റാത്തത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം മാധു എൻ്റെ അടുത്ത് പറയുന്നത് പാലക്കാട് ബൈ ഇലക്ഷനിലും നിലമ്പൂരിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, വോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ആ കാര്യമല്ല പി ജെ കുര്യൻ പറയുന്നത്. ഇവരുടെ സമരം ഇവർ ഇഷ്ടം പോലെ തല്ലുകൊള്ളുന്നുണ്ട്, സത്യമാണ്. ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 2021 ഇലക്ഷന് മുന്നേ കുറേ സമരങ്ങളിൽ ഇവർ ഇറങ്ങിയിരുന്നു. പക്ഷെ എന്തായിരുന്നു പ്രശ്നം എന്നറിയോ? അതായത് സ്വർണം എവിടുന്നാ വന്നതെന്ന് യൂത്ത് കോൺഗ്രസിന് അറിയില്ല, അവർക്ക് കൺസേൺ ഇല്ല. സ്വർണം എവിടേക്കാ പോയത് എന്നുള്ളതിൽ കൺസേൺ ഇല്ല. ഒരേ ഒരു കാര്യമായിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം. സകല കേസുകളും അന്വേഷണ ഏജൻസികളും ഇതിന് തെളിവില്ലാതെ തിരിച്ചു പോയിട്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കൽ കണ്ടന്റ് ഇല്ലാത്ത സമരങ്ങളാവുന്നത് കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന് ശ്രദ്ധയില്ലാത്തത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? സത്യസന്ധതയില്ല എന്നുള്ളതാണ്. സത്യസന്ധതയില്ല. സണ്ണിക്കുട്ടി എബ്രഹാം അവിടെ പറയുന്നിട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ മുഴുവൻ അക്കൗണ്ടിലുണ്ടെന്ന്. കേരളത്തിലുള്ള മുഴുവൻ ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പറയുമോ ഞങ്ങൾ പിരിച്ച കാശ് മുഴുവൻ ബാങ്ക് വഴിയാണ്, ബാങ്ക് വഴി അല്ലാതെ ഞങ്ങൾ 1 രൂപയും പിരിച്ചിട്ടില്ല എന്ന് പറയുമോ എന്ന് ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. 140 നിയോജക മണ്ഡലം കമ്മിറ്റികളുണ്ട് യൂത്ത് കോൺഗ്രസിന്. ഒരു നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ടാർഗറ്റ് 2 ലക്ഷം രൂപയായിരുന്നു. ഇരിക്കൂരിലെ നിയോജകമണ്ഡലം കമ്മിറ്റി 2.5 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തതിന്റെ പോസ്റ്റ് ഇത് കറങ്ങുന്നു. 140 2 വെച്ച് കൂട്ടിയാൽ പോലും 2,80,00,000 രൂപയുണ്ടാവും. 83 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറയുന്നു. DYFI ചോദിച്ചുകൊണ്ടോ ജേർണലിസ്റ്റുകൾ ചോദിച്ചുകൊണ്ടല്ല, ഇവരുടെ ക്യാമ്പിൽ ഇവരുടെ നേതാക്കൾ തന്നെ ചോദിച്ചപ്പോഴാണ്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കാര്യം എന്താ നോക്കൂ നിങ്ങൾ, 1 രൂപ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. ഇത് ബാങ്കിൽ FD ഇടാനല്ലല്ലോ പിരിച്ചത്, 30 പേർക്ക് വീട് വെച്ച് കൊടുക്കാനല്ലേ.
30 പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ എന്ത് കാര്യം ഈ നിമിഷം വരെ യൂത്ത് കോൺഗ്രസ് ചെയ്തു? അവർ പറയുന്നത് എന്താണെന്നറിയോ? അങ്ങ് ദൂരെ ഒരാൾ സ്ഥലം തന്നിരുന്നു, അവിടെ വീട് വെക്കാൻ പറ്റില്ല. ഒരു സംഘടന ഏറ്റെടുക്കുകയാണ്, നല്ല കാര്യമാണ്, ഞങ്ങൾ സർക്കാരിനോട് യോജിക്കുന്നില്ല, ഞങ്ങൾ വേറെ 30 വീട് വെച്ചു കൊടുക്കും. ആ വീട് വെച്ചു കൊടുക്കാൻ എന്ത് കാര്യം ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. ആകെ പറയുന്നത് എന്താണ്? 1 രൂപ പോലും എടുത്തിട്ടില്ല. ജനങ്ങളിത് പൈസ പിരിച്ച് ബാങ്കിൽ ഇടാനല്ലല്ലോ. ഇതാണ് പറയുന്നത് സിൻസിയറിറ്റി ഇല്ല എന്നുള്ളത്. ആത്മാർത്ഥത, സത്യസന്ധതയില്ല, പൊളിറ്റിക്കൽ കണ്ടന്റ് ഇല്ല. ഇത് രണ്ടുമില്ലാതെ കുറേ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ആളുകൾ ശ്രദ്ധിക്കില്ല. ആ സമരത്തിന് എന്താ പറയുക, ക്ഷുഭിത യൗവനത്തിന് കിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാധവും ഒക്കെ ഉദാഹരിച്ച രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന അപലപിക്കപ്പെടേണ്ടുന്ന പ്രവർത്തനം, അങ്ങനെ തന്നെ ഞാൻ പറയുന്നു. പക്ഷെ ഇന്നേ വരെ യൂത്ത് കോൺഗ്രസിന് പറയാൻ പറ്റുന്നുണ്ടോ എന്ത് ഡിമാൻഡ് പറഞ്ഞിട്ടായിരുന്നു അന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തടഞ്ഞത്? എന്തായിരുന്നു ഡിമാൻഡ്? തടയുന്നു എന്നല്ലാതെ ഒരു സ്പെസിഫിക് ആയ ഒരു ഡിമാൻഡ് ഉണ്ടാവണ്ടേ? ആ സമരം എവിടെയാണ് പോയത്? എങ്ങനെയാണ് നിർത്തിയത്? സമരം എന്തിനാ തുടങ്ങുന്നതെന്ന് അറിയണ്ടാവില്ല, എന്തിനാ നടത്തുന്നതെന്ന് അറിയില്ല, എന്തിനാ നിർത്തുന്നതെന്ന് അറിയില്ല. എന്നിട്ട് അതിൽ പറയാൻ ഡിവൈഎഫ്ഐക്കാർ ഇറങ്ങി എന്താ പറയുക, പ്രതിരോധം സൃഷ്ടിക്കുന്നത്. നിങ്ങൾ പത്രവാർത്തകൾ മാത്രം നോക്കൂ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിൽ യുവജന സമരങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള ലാത്തി ചാർജുകൾ എത്ര? ഈ 9 വർഷത്തിനിടയ്ക്ക് CPM ഭരിക്കുന്ന സമയത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള ലാത്തി ചാർജ് എത്ര? കാഷ്വാലിറ്റി എത്ര? 10-1 ഉള്ളൂ. സത്യമാണത്, വാസ്തവമാണത്. പിന്നെ എന്താ പറയാ, VK സാറിനെ പ്രസംഗിക്കുമ്പോൾ അടിച്ച വെള്ളത്തിന് ശക്തിയില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ച് പറയുന്ന ആളുകളോട് എന്താണ് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പം ശശി തരൂരിനെ കഴിഞ്ഞ ദിവസം തള്ളിയതുപോലെ ഇവരിതാ നാളെ PJ കുര്യനെ തള്ളി പറയും. കോൺഗ്രസിന്റെ സഹയാത്രികനായിട്ടുള്ള ആള് CWC മെമ്പറെ തള്ളി പറഞ്ഞതുപോലെ ഇനി PJ കുര്യനെ തള്ളിപ്പറയും, അദ്ദേഹത്തിന്റെ സ്ഥലനാമം ചേർത്ത് പറയും. ഇത് ഇവരുടെ ഇടയിലുള്ള പ്രശ്നമാണ്. ആ പ്രശ്നത്തെ അനലൈസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പിണറായി പ്രേക്ഷകർക്കും കോൺഗ്രസിന്റെ യുവജന വിഭാഗത്തെ കുറിച്ച് മുതിർന്ന നേതാവ് PJ കുര്യൻ ഉന്നയിച്ച ഒരു വിമർശനം, ആ വിമർശനത്തോട് യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ച രീതി, ഈ 2 വിഷയങ്ങളാണ്. അതായത് ഒരു ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് അടുത്ത തവണ കോൺഗ്രസിന്റെ വിജയമാണ്, അതിന് ഉള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ എന്ന ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്വന്തം സംഘടനയിലെ നേതാക്കളെയും അവരുടെ പ്രവർത്തന രീതിയും തള്ളിപ്പറയുക കോൺഗ്രസിന് ചേർന്നതാണോ എന്നുള്ളത് കോൺഗ്രസ് തന്നെ ആലോചിക്കട്ടെ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.